മെറ്റർണിറ്റി വെയറിനായിട്ടുള്ള അങ്ങനത്തെ മാനിക്യൂൺ വരെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. സാരിനെ ബ്ലൗസിനെ വർക്ക് ചെയ്യാണ് ടൈപ്പ് ഇത് ഓൾ സ്റ്റോൺസ് മോഡലാണ്. ഇത് ഫുൾ ഡയബിളാ? ഡയബിൾ കിട്ടും ഇവിടെ. അപ്പുറത്തായിട്ടാണ് ഈ ഒരു പാർക്കിംഗ് സൗകര്യം. കണ്ടാലും തീരില്ല, അത്രയും അധികം കളക്ഷൻസ് ആണ്. ഇത് ജ്വല്ലറി മേക്കിങ്ങിനുള്ള ടൂൾസ് ആണ്. ഈ ജീൻസ് മാത്രമായിട്ട് നമുക്ക് ഡിസ്പ്ലേയിൽ ഇടണമെങ്കിൽ അതിന്റെ ആവശ്യത്തിനായിട്ട് അങ്ങനെ ഇത് ബട്ടൺ പിടിപ്പിക്കാനുള്ളത് നിങ്ങൾക്ക് അന്വേഷിച്ച് നടക്കണ്ടാവും. GCDA കോംപ്ലക്സ് ആണ് ഈ കാണുന്ന കോംപ്ലക്സ്. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള വഴിയിലാണ് റേറ്റ് 1500 സ്റ്റാർട്ടിംഗ്. അയൺ ബോക്സ് ആണ്. ഹെവി വെയിറ്റ് ഉള്ളതുണ്ട്, കുറഞ്ഞ വെയിറ്റ് ഉള്ളതുണ്ട്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റിച്ചിങ് യൂണിറ്റ് ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു വീഡിയോ ഭയങ്കര ഉപകാരമായിരിക്കും കേട്ടോ. കാരണം നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് മൊത്തം ലേസ്, സ്റ്റോൺ, ജെറോസ്കി അങ്ങനത്തെ പല ഐറ്റംസ് കിട്ടുന്ന ഹോൾസെയിൽ കടയിലേക്കാണ് വന്നിരിക്കുന്നത്. കൃഷ്ണ ലേസ് സെന്റർ. ഇവിടെ എന്ന് പറയുമ്പോൾ മാനിക്യൂൺ തൊട്ടിട്ട് നമുക്ക് സ്റ്റോൺ അങ്ങനെ നമ്മുടെ ഡ്രസ്സിലൊക്കെ മോടി പിടിപ്പിക്കാൻ ഡെക്കറേറ്റ് ആവശ്യമുള്ള എല്ലാ ഐറ്റംസ് ഈ ഒരു കടയിൽ കിട്ടും. അത് 4 ഫ്ലോർ ആയിട്ടുള്ള ബിഗ് ബിൽഡിംഗ് ആണ് കൃഷ്ണ ലേസ് ആൻഡ് സെന്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എവിടെയാണ്? നമ്മുടെ സ്വന്തം എറണാകുളത്ത് നാലുകുടി ജംഗ്ഷനിലാണ് ഇപ്പം നിൽക്കുന്നത്. ഈ ഒരു വഴീനെ പറയണത്, ഈ ഒരു റോഡിനെ പറയണത് മാർക്കറ്റ് റോഡാണ്. ഈ മാർക്കറ്റ് റോഡ് വഴിക്ക് കാണാൻ സെയിം ആ മുക്കിൽ തന്നെ നമുക്ക് ആ ഒരു കോർണറിൽ തന്നെ വലിയ ബിഗ് ബിൽഡിംഗ് ആണ് കൃഷ്ണ ലേസ് ആൻഡ് സെന്റർ. ഇത് കൂടാണ്ട് ഒരു വഴി കൂടി ഉണ്ട്. വണ്ടിയൊക്കെ ആയിട്ട് വരാണെങ്കിൽ വരൂ. ഈ ഒരു വഴിനെ പറയണത് ബ്രോഡ്വേ റോഡാണ് കേട്ടോ. അപ്പോൾ ഈ വണ്ടിയൊക്കെ ആയിട്ട് വരാണെങ്കിൽ ഈ വഴിക്കൂടെ നമുക്ക് ഡയറക്റ്റ് വരാണെങ്കിൽ അവിടെ പേ ആൻഡ് പാർക്കിൻ്റെ സൗകര്യം ഉണ്ട്. അപ്പോൾ പാർക്കിംഗ് ഏരിയ കൂടി നമുക്ക് നോക്കിയിട്ട് വരാം. വരൂ. പേ ആൻഡ് പാർക്കിംഗ് സൗകര്യമാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് സിൽക്കോൺ ഹൈപ്പർ മാർക്കറ്റിന്റെ തൊട്ട് അപ്പുറത്തായിട്ടാണ് ഈ ഒരു പാർക്കിംഗ് സൗകര്യം. നമുക്ക് എറണാകുളത്ത് ഇങ്ങനെ പാർക്കിംഗ് എന്ന് പറയുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ടാണ്. അപ്പോൾ പേ ആൻഡ് പാർക്കിംഗ് സൗകര്യമാണ് കാറ്റ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ഒരു ബ്രോഡ്വേ വഴിക്ക് കയറേണ്ടത്. അപ്പോൾ ആദ്യം നടക്കാൻ വഴിയൊന്നുമില്ല, കുറച്ചുള്ളൂ കേട്ടോ. ഇനി നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ്. ഒരു 400 മീറ്ററിൻ്റെ ഡിസ്റ്റൻസിലാണ് ഈ ഒരു ഷോപ്പ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഓട്ടോ വേണമെങ്കിൽ ഓട്ടോ വിളിക്കാം, എങ്ങനെ വേണമെങ്കിലും എങ്ങനെ, അല്ലെങ്കിൽ ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ ക്രോസ് ചെയ്യാം. നമുക്ക് അപ്പുറത്തെ സൈഡിലേക്കാണ് കേട്ടോ ക്രോസ് ചെയ്യേണ്ടത്. എന്നിട്ട് വേണം നമുക്ക് കൃഷ്ണ ലേസ് സെന്ററിലേക്ക് പോകാനായിട്ട്. നമുക്ക് വരും. ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ദാ ഓവൻ എന്ന് പറഞ്ഞിട്ടുള്ള ബേക്കറി കാണും. അപ്പോൾ ഈ ഇതിൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ള വഴിക്കൂടെയാണ് നമുക്ക് കടക്കേണ്ടത്. ഒന്നുകൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ GCDA കോംപ്ലക്സ് ആണ് ഈ കാണുന്ന കോംപ്ലക്സ്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള വഴിയിലാണ് കേട്ടോ നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂലയ്ക്ക് 4 കൂടിയ ജംഗ്ഷൻ കാണും. ജംഗ്ഷൻ്റെ അവിടുന്ന് ലെഫ്റ്റ് സൈഡിലാണ് കൃഷ്ണ ലേസ് സെന്റർ. പോയാലോ? വരൂ. നമ്മൾ വന്നിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ. മൊത്തം 4 ഫ്ലോർ, 4 ഫ്ലോർ ഉണ്ടോ? 4 ഫ്ലോർ ഉണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഫ്ലോർ. ഇത് കൃഷ്ണ ലേസ് എന്ന് പറയുന്നത് ലേസ് മാത്രമാണ്? ലേസ് എന്നാണ്. ലേസ് ഐറ്റം ഉണ്ട്, ഹാൻഡ് വർക്ക് മെറ്റീരിയൽസ് ഉണ്ട്, ടൈലറിംഗ് മെറ്റീരിയൽസ് ഉണ്ട്, ഓൾ ഐറ്റം, ബുട്ടിംഗ് ഐറ്റം, ഓൾ ഐറ്റം ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് എല്ലാതും നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിനെ കാണിക്കുന്നത്. അതിന് നമസ്തേ, വെൽക്കം ടു ദിസ് വീഡിയോ. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ എറണാകുളത്ത് എന്താ പറയുക, നാലുകുടി ജംഗ്ഷനിലാണ് നിൽക്കുന്നത്, കൃഷ്ണ ലേസ് സെന്ററിൽ. പക്ഷേ ലേസ് സെന്റർ എന്ന് പറഞ്ഞിട്ട് കാര്യം ഇവിടെ A to Z നമുക്ക് തയ്ക്കാൻ പറ്റിയിട്ടുള്ള എല്ലാ ഐറ്റംസ് കിട്ടും. അപ്പോൾ ഓരോരോ കളക്ഷൻസ് വെച്ച് നമുക്ക് കാണിച്ചു കൊടുത്താൽ ഇവിടുന്ന് തുടങ്ങാം അല്ലേ? ഇത് കാണിക്കാം. അപ്പൊ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് കടര ഫുൾ എന്ന് വെച്ചാൽ ഓൾ ഓവർ ഈ കടര ലുക്ക് ഒന്ന് ജസ്റ്റ് കാണിക്കാം. ഗ്രൗണ്ട് ഫ്ലോർ ആണ് ഈ മൊത്തം കാണുന്നത് തൊട്ട്. ഈ ഒരു സെക്ഷൻ മൊത്തം ഗ്രൗണ്ട് ഫ്ലോർ ആണ് വരുന്നത്. ഇവിടെ ലേസ് ഐറ്റംസ്, അതുപോലെ തന്നെ പാഡഡ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഓൾ ഓവർ ആയിട്ട് അങ്ങനത്തെ ഐറ്റംസ് ആണ് മെയിൻ ആയിട്ട് കിട്ടുന്നത് ഈ ഒരു സെക്ഷനിൽ. അപ്പൊ ഈ ഒരു സംഭവം എന്തായിരിക്കുന്നത്? എംബ്രോയിഡറി ഫ്രെയിമില്ലേ? 4 ഫീറ്റ്, 6 ഫീറ്റ്, 8 ഫീറ്റ്, 10 ഫീറ്റ് ഓൾ സൈസ് അവൈലബിൾ ആണ്. എല്ലാ സൈസും കിട്ടും. അതും ഹോൾസെയിൽ ആയിട്ട് എടുക്കണമെങ്കിൽ ഒരു പീസ് ആയിട്ട് കിട്ടും. ഹോൾസെയിൽ വിലയാണ്, ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ നമ്മളെല്ലാം കൂടി എടുക്കുമ്പോൾ അത് ഹോൾസെയിൽ ആയിട്ട് അപ്പോൾ ഒരു പീസ് ആയിട്ട് എടുത്താൽ മതി. അങ്ങനെ ബൾക്കായിട്ട് 10 പീസ് അങ്ങനെ എടുക്കണം എന്ന് നിർബന്ധമില്ല. ഇതിൽ സൈസസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈസസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അല്ലേ? ഓക്കെ. അപ്പൊ ഈ ഒരു അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഇത് നമുക്ക് ഇവിടെ സൈഡിൽ വെക്കാം. ഈ സൈഡിൽ ഇരുന്നോട്ടെ. എന്നിട്ട് ഈ സൈഡ് നോക്കാം. നമുക്ക് ഇവിടെ ലേസിന്റെ ഐറ്റംസ് ആണ് വെച്ചിരിക്കുന്നത്. ഫുൾ സ്റ്റോൺ വർക്ക്. बताइए ना एक करके. മലയാളം. ഇത് ഫുൾ ഹാൻഡ് വർക്ക് ലേസസ് ആണ്, സ്റ്റോൺസ് ഉള്ളത് ലേസ് ആണ്. പിന്നെ സാധാ നോർമൽ ടൈപ്പ് ലേസ് ആണ്. പറയും ഞങ്ങൾക്ക് കണ്ട് പോട്ടെ. ഇത് ഫുൾ സ്റ്റോണിൽ വരുന്നത് ഒറിജിനൽ മിററിലുള്ള ലേസ് വർക്കാണ്. അതേപോലെ തന്നെ സ്റ്റോണിന്റെ ലേസ് വർക്കാണ് ഈ കാണുന്നത്. അതിൽ സൈസസ് അവൈലബിൾ ആണ്. വീതി കൂടിയതുണ്ട്, കുറവുള്ളതുണ്ട്. അത് ഏത് മോഡലും കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതും ഫുൾ സ്റ്റോണിൽ വരുന്നത്. ഇങ്ങോട്ട് വരൂ.
ഇത് ഫുൾ ഇങ്ങനെ സ്റ്റോണിലും സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുള്ള ലേസുകളാണ്. അതിന്റെ വീതി ഇപ്പൊ നമുക്ക് 1/2 ഇഞ്ച് വേണോ, 1 ഇഞ്ച് വേണോ, 2 ഇഞ്ച് വേണോ, അതൊക്കെ കേട്ടോ. ഇതൊക്കെ മിറർ വർക്കില്, ഇതൊക്കെ ഫുൾ ലേസിൽ വരുന്നത്. പിന്നെ നമുക്ക് എംബ്രോയിഡറിയിലും വരുന്നുണ്ട് അല്ലേ? എംബ്രോയിഡറി ലേസസ് ആണ്. ഇത് ത്രെഡ് എംബ്രോയിഡറി ആണ്. അത് നമുക്ക് കളേഴ്സ് അവൈലബിൾ ഉണ്ട്. കളേഴ്സ് അവൈലബിൾ ആണ്. നെറ്റിന്റെ ഫാബ്രിക്കിലാണ് കേട്ടോ. അത് വെറൈറ്റികളുണ്ട്. നമുക്ക് നമ്മുടെ ഏതാണ് ഫാബ്രിക് അതിനനുസരിച്ചിട്ട് നമുക്ക് കൊണ്ടുപോകണം. പക്ഷെ ഇത് ഫുൾ ആയിട്ട് ഇങ്ങനെ എടുക്കണം, മുറിച്ചിട്ട് കിട്ടില്ല. ഹോൾസെയിൽ ആയിട്ടാണ്, ബണ്ടിൽ ടു ബണ്ടിൽ കിട്ടും ഓൾ ഐറ്റംസ്. ഓൾ ഐറ്റംസ്. ഇപ്പൊ ഇത് മാത്രം ഇഷ്ടം വെച്ചാൽ ഇത് ഇങ്ങനെ ഒരു റോൾ ആയിട്ടാ കിട്ടുക, അല്ലാണ്ട് ഇത് ഫുൾ ഇങ്ങനെ 10 പീസ് അങ്ങനെ എടുക്കണ്ട. നിർബന്ധമില്ല. ഒരു പീസിന് 9 മീറ്റർ ആണ്, ഫുൾ റോൾ ആയിട്ട് എടുക്കണം. ഓ, എല്ലാതും 9 മീറ്റർ വരാം. ഏതെടുത്താലും നമുക്ക് 9 മീറ്റർ. 9 മീറ്റർ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഒരു ഡ്രസ് ഒരു സാരിക്ക് ഫുൾ കവർ ആയി പോകും. പിന്നെ വരുന്നത് ഇവിടെ സ്റ്റോൺസ് വർക്ക് ആണ്. ഇത് സാരിനെ ബ്ലൗസിനെ വർക്ക് ചെയ്യാണ് ടൈപ്പ്. ഇത് ഓൾ സ്റ്റോൺസ് മോഡലാണ്. ഇതൊക്കെ റേറ്റ് നമുക്ക് ഒന്നും ഓപ്പൺ ആക്കി പറയാൻ പറ്റില്ല, കാരണം എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. ഇത് ഹോൾസെയിൽ ആണ്, അത് മാത്രം നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പൊ ഇതിന്ന് ഇതൊരെണ്ണം എടുക്കുകയാണെങ്കിൽ ഇതൊരെണ്ണം എടുത്തു, അത് കഴിഞ്ഞിട്ട് ഇതൊരെണ്ണം എടുത്തു, അങ്ങനെ മിക്സ് മാച്ച് ആയിട്ട് നമുക്ക് ഇഷ്ടംപോലെ എടുക്കാം. കാരണം ഇത് 4 ഫ്ലോർ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിന് വേണ്ട A to Z എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. ഇപ്പൊ ഈ ലേസ് മാത്രമല്ല, മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല നല്ല വെറൈറ്റി സ്റ്റോൺസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ കിട്ടും. ഇതിലും ഇതാ കളേഴ്സ് ഒന്ന് നോക്കി നോക്കിയേ. ഇതിൽ നമുക്ക് റോസ് ഗോൾഡ് വരുന്നുണ്ട്, സിൽവർ വരുന്നുണ്ട്, അതുപോലെ ഗോൾഡിൽ വരുന്നുണ്ട്, ഇതൊക്കെ ബീഡ് വർക്കിൽ വരുന്നുണ്ട്, സ്റ്റോണിലും വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഒക്കെ നല്ല വെറൈറ്റി. ഇതൊക്കെ എത്ര മീറ്റർ തന്നെ ഉണ്ടാവുക? 25 മീറ്റേഴ്സ് 15 മീറ്റേഴ്സ് സ്റ്റാർട്ടിംഗ് റോൾ ആണ്. സ്റ്റാർട്ട് റോൾ ആയിട്ട്, അങ്ങനെ റോൾ ആയിട്ട് തന്നെ എടുക്കണം. പിന്നെ ഇത് കാണുന്നത് എന്താ? ഗിയർ വയർ. വയർ അല്ലേ? ഇതെന്തിനു യൂസ് ചെയ്യണതാ? അതെ, മറ്റേ ഈ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഐറ്റംസ് വരെ കിട്ടൂല്ലോ ഇവിടെ. ഐറ്റംസ് ഉണ്ട് ഇവിടെ. പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസ് കിട്ടും. പിന്നെ ഇതൊന്നും നമുക്കിപ്പോ ഓപ്പൺ ചെയ്യാൻ പറ്റില്ലല്ലോ, ബിഗ് സൈസ് റോളാ, പാക്കിംഗ് പൊട്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇത് ശരിക്കും ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്റ്റോൺ ഇല്ലേ, അതാണ് കേട്ടോ. ഇതിന്റെ പേരൊക്കെ ഉണ്ട്. സിംഗിൾ ലെയർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മറ്റേ നെക്കിനെ വർക്ക് ചെയ്യാനാണ് എല്ലാത്തിനും. നെക്കിന് അത് കുറച്ചുകൂടി റിച്ച് ലുക്ക് തോന്നിക്കുന്ന വിധത്തിലുള്ള സ്റ്റോൺ വർക്ക്സ്. പിന്നെ ഇത് അടിപൊളി സാധനം സ്റ്റോൺസ് ആണ്, കുന്തിൻ സ്റ്റോൺസ് ആണ് പറയുന്നത്. അതിനെ ക്ലിപ്പ് ഉള്ളത്. അതേ സാരിനെ ബ്ലൗസിനെ കല്യാണത്തിന് ബ്ലൗസിനെ എല്ലാത്തിനും ഒട്ടിക്കുന്ന ടൈപ്പ് ഇത് സ്റ്റോൺസ് ആണ്. ഇത് വർക്കാണ് മറ്റേ ബ്ലൗസിന് വർക്ക് ആവും. ഓ, ഇതിന്റെ തന്നെ സെയിം ലേസ് ആയിട്ട് വരുന്നതാണ് ഈ കാണുന്നത് അല്ലേ? ഇത് റോൾ ആയിട്ടാണ്. ഇത് സിംഗിൾ പീസ് ആണ്, എവിടെ വേണമെങ്കിലും ഒട്ടിക്കാം. ഓക്കെ, ഇത് റോൾ ആയിട്ട് കിട്ടും. അപ്പൊ സിംഗിൾ പീസ് ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ കിട്ടും. ഇത് ഫുൾ പാക്കറ്റ് ഇങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. അപ്പൊ ഈ പാക്കറ്റിൽ നമുക്ക് കളേഴ്സ് വേണമെങ്കിൽ ഉണ്ടാവുള്ളൂ. ഹോൾസെയിലിന് നിസ്സാര വില. ഹോൾസെയിലിന് നിസ്സാര വില. അതിൽ സ്റ്റോണിന്റെ ഇത് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. സൈസസ് ഒക്കെ വ്യത്യാസം വരുന്നുണ്ട്. ഇതൊക്കെ ആകുമ്പോൾ ബിഗ് സൈസ് വരുന്നതാണ്. കണ്ടോ, ഇത് ബിഗ് സൈസ്, ഇത് സ്മോൾ സൈസ് ആകുമ്പോൾ നമ്മുടെ സൈസ് ഏതാ വേണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള സൈസസ് ഒക്കെ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി എന്താണ് ഇവിടെ കാണിക്കാൻ പോണത്? ഡിഫറെന്റ് കളർ ഐറ്റ്സ് വേണം. കളർ ഉണ്ട്. നേരത്തെ നമ്മൾ കണ്ടത് ഗോൾഡും സിൽവറും മാത്രമായിരുന്നു. ഇത് വരുമ്പോ പിങ്ക് ഉണ്ട്, പിന്നെ ഈ കളർ ഉണ്ട്. അങ്ങനെ കളേഴ്സ് ഡിഫറെന്റ് ആയിട്ട് ഉണ്ടാവും. പക്ഷെ പാക്കറ്റ് ആയിട്ട് എടുക്കണം എന്ന് മാത്രം കേട്ടോ. ഇതൊക്കെ സ്റ്റോൺസ് ആണ് വരുന്നത്. പിന്നെ കണ്ടോ, നല്ല പേളുകൾ ഫുൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ഒന്ന് സൂം ചെയ്ത് കാണിക്കും. നല്ല നല്ല പേൾസ്, വലുതും ചെറുതും. ഇതൊക്കെ ആകുമ്പോ എങ്ങനെയാണ് എടുക്കേണ്ടത്? എങ്ങനെ? ഇത് ഫുൾ ഇങ്ങനെ ബഞ്ചായിട്ട്. ഇതൊരു ബഞ്ചാണ്. ഇത് ഈ ഒരു ബഞ്ച് ഇങ്ങനെ എടുക്കണം അല്ലേ, ഫുൾ ആയിട്ട്. അപ്പൊ ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു സെറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. 1.5 mm ടു സ്റ്റാർട്ടിംഗ് 14 mm വരെ ഉണ്ടാവും. 14 mm സൈസ് വരെ അവൈലബിൾ. ഓക്കെ. അപ്പൊ അത് ഫുൾ ഇങ്ങനെ, കാരണം ഇത് ഹോൾസെയിൽ ആയതുകൊണ്ട് എല്ലാരും ഇങ്ങനെ വന്ന് നോക്കി മിട്ട് അങ്ങനെ പോണത് കൊണ്ട് ഇങ്ങനെ വലിച്ചു വാരി ഇട്ടേക്കണത് കേട്ടോ. പിന്നെ കളേഴ്സ് കൂടെ ഉണ്ട് ഇതില്ലേ. ഇതൊക്കെ പേളാണ്. പേളുടെ കളേഴ്സ് അത് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും സൈസസ് നമുക്ക് കിട്ടും കേട്ടോ. പക്ഷെ ഇത് ഇങ്ങനെ തന്നെ എടുക്കണം. ഇത് ഫുൾ ഇങ്ങനെ ഒരു സെറ്റ് തന്നെ എടുക്കണം. ഒരെണ്ണമായിട്ട് അങ്ങനെ കിട്ടില്ല, കാരണം ഇത് ഹോൾസെയിലാണ്. അത് കൂടാണ്ട് പേൾസ് കൂടാണ്ട് നമുക്ക് ഇത് ഫുൾ ലേസ് വർക്ക് അല്ലേ? വൈറ്റ് ലേസ് ആണ്. ഡയബിൾ ഫുൾ. ഇത് ഫുൾ ഡയബിളാ? ഡയബിൾ കിട്ടും ഇവിടെ. വാവ്. അപ്പൊ ഡയബിൾ ഞാൻ എടുക്കട്ടെ? എടുത്തോ. സൈസ് അനുസരിച്ചുള്ള സൈസ് ഉണ്ട്. ചെറിയ സൈസ് ടു വലിയ സൈസ്. ഇതൊക്കെ വരുമ്പോ ചെറിയ സൈസാണ് വരുന്നത്. അപ്പൊ ഇത് മുതലാളി കേട്ടോ. അപ്പൊ ഇത് ഡയബിൾ ആണ് വരുന്നത് അല്ലേ? ഡയബിളില് ഇത് ചെറിയ സൈസ്. അതുപോലെ ഇത് ഈ കാണുന്നത് വലിയതാ. ഇതും ലേസ്. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അല്ലേ? നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മറ്റേതോ ഇത് വലിയ സൈസ് അല്ലേ?
ഓ ഓ ഇത് നമുക്ക് വലിയ ഗൗൺസ് സാരിയുടെ അടിയിലേക്ക് ബോർഡർ ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഇതൊക്കെ ഡയബിൾ ചെയ്യാൻ പറ്റുന്ന കുറെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ വലിയ സൈസാണ് വരുന്നത്. ചെറിയ സൈസ് പറയുമ്പോൾ 1/2 ഇഞ്ച് തൊട്ട് 6 ഇഞ്ച് തൊട്ട് 8 ഇഞ്ച് 10 ഇഞ്ച് 20 ഇഞ്ച് വരെ ഉണ്ടാവും. 24 ഇഞ്ച് വരെ സൈസസ് അവൈലബിൾ ആണ്. ഡയബിളിൽ മാത്രം, ഡയബിൾ അല്ലാത്തത് വേറെയും കുറെ ഐറ്റംസ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഈ മോളിൽ കണ്ടത് മൊത്തം ഡയബിൾ ആണ്. അതെ, ഇത് ഡയബിൾ അല്ല, ഡയബിൾ ആണ്, ഫുൾ ഡയബിൾ. ഇത് ഈ ഏരിയ ഫുൾ ഡയബിൾ ആണ്. ഓ ഇതാ ഇത് ഡയബിൾ ആണ് കേട്ടോ. ഇത് ചെറിയത്, ഇത് ഇപ്പൊ 1/4 ഇഞ്ചിന്റെ ആണ്. ഇത് 1/4 ഇഞ്ച് തൊട്ടുണ്ട് കേട്ടോ. 1/2 ഇഞ്ചിന്റെ അല്ല, 1/4 ഇഞ്ച് തൊട്ടുണ്ട്. അതില് ഡയബിളില് വെറൈറ്റീസ് ഫുള്ള് ലേസുകളാണ് ഈ കാണുന്നത്. അത് നമുക്ക് ഫുള്ള് ബൾക്കായിട്ട് തന്നെ എടുക്കണം. ബൾക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു സെറ്റ് അങ്ങനെ. അപ്പൊ നമുക്ക് ഇത്ര രൂപയ്ക്ക് ബഡ്ജറ്റ് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇഷ്ടമുള്ള ഫുൾ ബണ്ടിലായിട്ട് എടുക്കണം. നമുക്ക് ബൂട്ടിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് യൂണിറ്റ് അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതും ലേസ് തന്നെയാണ്. അത് ലേസാണ്, കോട്ടൺ ലേസാണ്, ഡിഫറെന്റ് കളറാണ്. അത് റെഡി കളർ. അത് ഡയബിൾ അല്ല. ഇത് ഫുൾ കാണുന്നത് നമുക്ക് റെഡി കളർ യൂസ് ചെയ്യാം. നമ്മുടെ ഡ്രസ്സ് അനുസരിച്ചിട്ട് വന്നിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കണം. പക്ഷെ ബൾക്കായിട്ട് റോൾ ആയിട്ട് തന്നെ എടുക്കണം. പിന്നെ വൈറ്റ് മാത്രം വേണമെങ്കിൽ വൈറ്റിന് ഫുൾ ഡയബിൾ ആണ്. ഇത് വൈറ്റ് എടുത്ത് ഡൈ കളർ ചെയ്യാൻ, പേസ്റ്റഡ് കളർ ഇത് വേണം ചെയ്യാൻ പറ്റും. ഇത് ഡയബിൾ ആണ് അല്ലേ? ഓ ഡയബിളും ഉണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കളേഴ്സ് കിട്ടാണ്ട് വരും. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഡയബിൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഇവിടെ ഇരിക്കട്ടെ. ഈ ഫുള്ള് റോൾ അങ്ങനെ എടുക്കണം. വീണ്ടും എടുത്ത് പറയാണ് കേട്ടോ. ഇത് ഫുള്ള്. പിന്നെ ഈ മോളിലിരിക്കുന്ന ഈ കുപ്പിയിലൊക്കെ എന്താ? മെഷീൻ ഓയിൽ, ടൈലറിംഗ് ഐറ്റംസ്. ഓ ടൈലറിംഗ് ഐറ്റംസ് കേട്ടോ. അതും കൂടി കാണിച്ചു തരാം. അത് ഫുൾ ഇങ്ങനെ ഒരു വലിയ കുപ്പി തന്നെ എടുക്കണം കേട്ടോ. അത് ടൈലറുടെ നമ്മുടെ മെഷീനിൽ ഒഴിക്കുന്ന ഓയിലാണ് കേട്ടോ. അപ്പൊ അങ്ങനെ തൊട്ട് എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. ഇനി എന്താണ് ഇവിടത്തെ ഐറ്റംസ് വരുന്നത്? ബ്ലൗസ് ഹുക്ക്, പാവാട ഹുക്ക്, മെഷീൻ സൂചി, കൈ സൂചി, ബ്ലൗസ് ഹുക്ക്, ഓൾ ഐറ്റംസ്. ഓരോന്നത് എടുത്ത് കാണിച്ചു തന്നെ എന്തായാലും വെറൈറ്റി എന്തൊക്കെയാണ് ഉള്ളത്. അതിൻ്റെ ഇടയിൽ കസ്റ്റമേഴ്സ് ഒക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. അതൊന്നും നെവർ മൈൻഡ് ചെയ്യാം, കാരണം തിരക്കുണ്ട്. അതിനനുസരിച്ചിട്ട് ഇപ്പുറത്തേക്ക് കാണിക്കാം, അപ്പുറത്തേക്ക് ക്യാമറ അവിടെയാണ്. നമ്മുടെ ആൾക്കാരൊക്കെ അവിടെ ഇരിക്കണത്. ബോബിൻ കേസ്, പ്രസ് ബട്ടൺസ്, ടൈലറിംഗ് ഐറ്റംസ്, ഓൾ ഐറ്റംസ്, എല്ലാ ഐറ്റംസ് ഇരിക്കുന്നുണ്ട് അല്ലേ? ഇപ്പൊ ഈ പ്രസ് ബട്ടൺ എന്ന് പറയുമ്പോൾ ഈ ഫുൾ ബോക്സ് അങ്ങനെ ഈ ഫുള്ള് നമ്മൾ സാധാരണ റീറ്റെയിൽ പോകുമ്പോൾ നമുക്ക് ഒരു ഷീറ്റാണ് മേടിക്കാൻ കിട്ടുക. ഇതുപോലത്തെ ഒരു ഷീറ്റാണ് മേടിക്കാൻ കിട്ടുക. പക്ഷെ ഇവിടെ വരുമ്പോൾ ഇത് ഫുൾ ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ട് തന്നെ എടുക്കണം എന്ന് നിർബന്ധം ഉണ്ട് കേട്ടോ. കാരണം ഇത് സിസേഴ്സ് ഒക്കെ ആകുമ്പോൾ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എത്ര വരും? സ്റ്റാർട്ടിംഗ് പ്ലാസ്റ്റിക് ടൈപ്പ് 20 rupees ആണ്. ഓ പ്ലാസ്റ്റിക് ടൈപ്പ് ഹൈയസ്റ്റ് ക്വാളിറ്റി ഉള്ളതുണ്ട്. ഇങ്ങനെ വില ഡിഫറെന്റ് ആയിട്ട് വരും. അതൊക്കെ എത്ര റേറ്റ് വരെ പോകും? ഒരു 2500 വരെ ഉണ്ട്. ഗുഡ് ക്വാളിറ്റി. അപ്പൊ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതിനുള്ള സിസേഴ്സ് ആണ് ഈ ഏറ്റവും തൊട്ട് ഇത് കാണുന്നത്. ഇത് ഇവിടുന്ന് ഫുൾ കാണുന്നത് മൊത്തം സിസേഴ്സ് ആണ്. അതിന്റെ വെറൈറ്റികൾ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട്. പല മോഡൽസ്, പല ഡിസൈൻസിൽ കേട്ടോ. സ്റ്റാർട്ടിംഗ് 200 ആണ്. 200, 180 സ്റ്റാർട്ടിംഗ് ആണ്. ബിഗ് സൈസ് ടൈലറിംഗ് യൂസ് ആണ്. പിന്നെ ഹൈയസ്റ്റ് ഗുഡ് ക്വാളിറ്റി വേണമെങ്കിൽ 400, 600, 700, 800 ഡിഫറെന്റ് 2500 വരെ ഉണ്ടാവും. ഓ അപ്പൊ അത് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസും വരെ ഉണ്ട്, ക്വാളിറ്റി ഇല്ലാത്ത പ്ലാസ്റ്റിക് വരെ ഉണ്ട്. അപ്പൊ നമ്മുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് മേടിക്കാൻ തന്നെ. പിന്നെ ഇത് മാർക്കിംഗ് പെൻസിലാണ്. ഇതെങ്ങനെ ഓരോന്നായിട്ട് കിട്ടുമോ അല്ലെങ്കിൽ അത് പാക്കറ്റ് ആയിട്ട് കിട്ടും, ഓരോന്നായിട്ട് കിട്ടും. ഇതിന് പ്രശ്നമില്ല. അപ്പൊ ടൈലറിംഗ് ഐറ്റംസിനുള്ള പെൻസിൽ വരയ്ക്കാനുള്ളത് വൈറ്റ് ഉള്ളതാണ്. വൈറ്റിന് മാർക്ക് ചെയ്യാം. പിന്നെ തുണി മറ്റേ വേലം ടച്ച് ചെയ്താൽ പെട്ടെന്ന് മാറിപ്പോകും. ഓ അപ്പൊ കംപ്ലൈന്റ് വരില്ല. വാഷ് ചെയ്താലും അത് റിമൂവ് ആയി പോകുന്നത്. മറ്റേത് ആദ്യമൊക്കെ നമ്മൾ ചോക്കാണ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് പകരം ഇപ്പൊ സ്കെച്ച് പെന്നൊക്കെയാണ് വന്നിരിക്കുന്നത്. വാട്ടർ ടച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് മാർക്ക് ചെയ്തതിന്റെ ഒരു പാട് കാണിച്ചു തരാം കേട്ടോ. വരൂ, ഇതാണ് ഇപ്പൊ മാർക്ക് ചെയ്തത്. അപ്പൊ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൈ കൊണ്ട് ഇങ്ങനെ റബ്ബാവില്ല. പക്ഷെ അത് വാഷ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിന്റെ ആ ഒരു കളറ് മാഞ്ഞു പോവുള്ളൂ കേട്ടോ. അപ്പൊ ടൈലറിംഗ് ആവശ്യത്തിനുള്ള ഐറ്റംസ് ആണ് ഈ മൊത്തം ഇരിക്കുന്നത്. ഇത് കൂടാണ്ട് വേറെ കുറെ ഞാൻ ഇങ്ങനെ എടുത്ത് ഷോൾഡറിംഗ് ആയിരുന്നു ഈ സ്കാലപ്പ് ചെയ്യാൻ വേണ്ടിട്ട്. നമ്മുടെ ചുടിദാറിന്റെ നമ്മുടെ ദുപ്പട്ടയുടെ സൈഡിൽ സ്കാലപ്പ് ഒക്കെ ചെയ്യണില്ലേ, അതുപോലെ ഇവിടെയൊക്കെ സ്കാലപ്പ് ചെയ്യുമ്പോൾ അതിനൊക്കെയാണ് ഈ ഒരു ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ ഐറ്റംസ് എല്ലാതും ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ അതിനുള്ള ഐറ്റംസ് എല്ലാതും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ സൂചികളാണ് അല്ലേ? എങ്ങോട്ട് പോയി നമ്മുടെ ആളെങ്ങോട്ട് പോയി? നമ്മുടെ ആള് ഞാൻ നോക്കുമ്പോഴേക്കും ആളെ കാണാനില്ല. ആള് മെഷീൻ എടുക്കാൻ പോയതാണ് കേട്ടോ. ഇതെന്ത് മെഷീനാ? ഇത് അയൺ ബോക്സ് ആണ്. അയൺ ബോക്സ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇങ്ങോട്ട് വരൂ. അപ്പോൾ ഒന്ന് സമാധാനമായിട്ട് നമുക്ക് മുക്കിൽ ഇരുന്നിട്ട് തന്നെ കാണാം.
അത് ഫോട്ടോ കണ്ടാൽ മനസ്സിലാവില്ല. ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത് അയണിങ് ബോക്സ് ആണ്. നമുക്ക് വലിയ വലിയ ബുട്ടിക്ക് ആവശ്യത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അയൺ ബോക്സ് ആണ്. ഇതിൽ വെള്ളം നിറയ്ക്കണം അല്ലേ? അതെ, വെള്ളം നിറയ്ക്കുന്ന ടൈപ്പാണ്. ഇത് അയൺ ബോക്സ് ആണ്. ഇത് വെള്ളം നിറച്ചിട്ട് ഇത് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് പൈപ്പ് ഉണ്ടാവും. പൈപ്പ് അറ്റാച്ച് ആകും ഇതിനകത്ത്. ഇത് അയൺ ബോക്സ് ആണ്. ഹെവി വെയിറ്റ് ഉള്ളതുണ്ട്, കുറഞ്ഞ വെയിറ്റ് ഉള്ളതുണ്ട്. ഇതിന് എങ്ങനെ ക്വാളിറ്റി വേണം? ഫുൾ ഹോൾ ഉള്ളതുണ്ട്, ക്വാളിറ്റി കൂടിയത്, ക്വാളിറ്റി കുറഞ്ഞത്, 2 ടൈപ്പ് ഉണ്ട് അതിനകത്ത്. ഓക്കെ. ഇതിനൊക്കെ ഏകദേശം റേറ്റ് ഒക്കെ എത്ര വരും? സ്റ്റാർട്ടിംഗ് 2700 ആണ്. ഗുഡ് ക്വാളിറ്റി വരുമ്പോൾ 3500 3600 ആ റേഞ്ച് വരും. ഗ്യാരണ്ടി ഉള്ളതാണ്. ഇത് അയൺ ഷൂ ആണ് ഇതിനകത്ത്. ഇത് വെക്കാനുള്ളത് അല്ലേ? ഓക്കെ. അതിന് കൂടെ ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. സ്റ്റാൻഡ് ആണ്. ഇതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇതിന്റെ കൂടെ വരുന്നത് ഐറ്റംസ് 4 ഐറ്റംസ് ആണ്. നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയായിട്ട് ഇരിക്കും കേട്ടോ. ഇതിന്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഇതിന്റെ ബ്രാൻഡൊക്കെ നോക്കി വെച്ചോളൂ. അതിന്റെ ISO മാർക്കോട് കൂടിയിട്ടാണ് ഇത് വരുന്നത്. ഫുൾ ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഇതുവരെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ സാധാരണ ഈ ലേസ് സ്റ്റോൺ അങ്ങനത്തെ ഐറ്റംസ് മാത്രമല്ല, നിങ്ങൾക്ക് എന്താ ആവശ്യം എന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഇത് പിന്നെ നമുക്ക് പാക്ക് ചെയ്യാം. ഈ ഇവിടുത്തെ കാര്യങ്ങൾ ഇനി പറഞ്ഞൊന്നുമില്ല ഫുള്ളായിട്ട്. കാരണം ഇത് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് നമുക്ക് സ്റ്റിച്ചിങ്ങിന് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഈ ഒരു സെക്ഷൻ മൊത്തം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ സ്റ്റോൺസ്, ഇതൊക്കെ നമുക്ക് ഈ പാച്ച് വർക്ക് ചെയ്യാനായിട്ട് ചുടിദാറിലോ എവിടെ വേണമെങ്കിലും നമുക്ക് പാച്ച് വർക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽസ് അങ്ങനെ എല്ലാതും ഉണ്ട്. ഇതിൻ്റെയൊക്കെ വെറൈറ്റി മുകളിൽ വേണ്ടത് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് കൂടാണ്ട് മുതലാളി എന്നൊന്ന് നമുക്ക് പരിചയപ്പെടുത്തല്ലോ. ഇവിടുത്തെ മുതലാളി അല്ലേ? ഹായ് പറയൂ. ഇതാണ് മുതലാളി. രണ്ടാളോട്ടോ മുതലാളിമാരാണ്. ബൈ ബൈ അല്ലേ? അങ്ങനെ വേണമെങ്കിൽ പറയാം. ഒരു നമസ്തേ പറഞ്ഞു ഞങ്ങളുടെ വ്യൂവേഴ്സിനോട്. ഓക്കെ. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഇനി നോക്കാം നമുക്ക്. ഇവിടെ എന്താ? ഇവിടെയും ലേസ് തന്നെ. ഇത് ലേസ് ആണ്, ഹാൻഡ് വർക്ക് ലേസ്. സ്റ്റോൺസ് ഉള്ളത്, സ്റ്റോൺസ് ഇല്ലാത്ത എല്ലാ ടൈപ്സ് ഉണ്ട്. വരും ഒരു മിനിറ്റ്. കണ്ടു എന്ത് രസമല്ലേ ഇത്. ആ ഡ്രസ്സുമൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കണ്ടോ. ഒരു ബ്ലാക്ക് സൈഡിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിലേ ഇങ്ങനെ വെക്കുമ്പോൾ അത് നെറ്റിലാണ് കേട്ടോ ഈ ഫുൾ വർക്ക് വന്നിരിക്കുന്നത്. അത് കളേഴ്സ് കണ്ടോ, റെയിൻബോ കളേഴ്സിൽ വരുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓടിപ്പിച്ച് കാണിക്കും. ഇത് ഫുള്ളായിട്ട് ഇങ്ങോട്ട് വരും. അപ്പോഴാണ് ഇത് ഫുള്ളായിട്ട് കാണാൻ പറ്റുക. നല്ല സ്റ്റോൺ വർക്കോട് കൂടിയിട്ട് ഫുൾ, പക്ഷെ റോളായിട്ട് തന്നെ എടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഒരു റോളാണെങ്കിൽ ഈ ഒരു ഫുള്ള് റോള് തന്നെ എടുക്കണം. അതുകൊണ്ട് ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നിങ്ങളുടെ കളേഴ്സ് എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എന്തൊക്കെ വെറൈറ്റികൾ കണ്ടോ. ഇതൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് കണ്ടോ. നല്ല കളേഴ്സും അവൈലബിൾ ആണ്. ഏത് കളർ ഏത് മോഡൽ വേണമെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. പുതിയ വെറൈറ്റി വരുമ്പോൾ അതിനനുസരിച്ച് വന്നുകൊണ്ടിരിക്കും അല്ലേ, അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും അല്ലേ. ഇതൊക്കെ നമ്മളിപ്പോൾ താഴത്തെ ഫ്ലോറിൽ നിന്നിട്ട് മാത്രം കണ്ട, ഇനി മുകളിലത്തെ ഫ്ലോറിൽ വെറൈറ്റികളുണ്ട്. ഇതൊക്കെ ഒറിജിനൽ മിറർ ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് അടിപൊളിയാണ്. ഇതൊന്നും എടുത്തേ. ഇത് ഗോൾഡില് ഇതിനെയും കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഇതിന്റെയും ഗോൾഡ് വർക്ക് ഉണ്ട് കേട്ടോ. ഇത് ഗോൾഡിൽ തന്നെ നല്ല നല്ല സ്റ്റോൺ വർക്കും പേൾ വർക്കും അതുപോലെ കട്ട് ബീഡ് വർക്കും അങ്ങനെയൊക്കെ വെറൈറ്റികളാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിന്റെ കളേഴ്സ് ആണ് ഈ കാണുന്നത് മൊത്തം കേട്ടോ. ഇത്രയും കളേഴ്സ് വരുന്നുണ്ട്. അതുപോലെ ഇതിൽ തന്നെ വെറൈറ്റികൾ കട്ട് ബീഡ് വർക്കിന്റെ. ഇത് റെഡി ടു സ്റ്റിച്ച് ആണ് കേട്ടോ. നമുക്കിപ്പോൾ റെഡി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. അല്ലാത്തതാണെങ്കിൽ സെപ്പറേറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഫുൾ ലേസ് സ്റ്റോൺ വർക്കിൽ വരുന്നുണ്ട്. പിന്നെ ഇത് ബട്ടൺ പിടിപ്പിക്കാനുള്ളതല്ലേ? മെഷീനാണ്. ഇത് ബട്ടൺ പിടിപ്പിക്കാനുള്ളത്. നിങ്ങൾക്ക് അന്വേഷിച്ച് നടക്കുന്നുണ്ടാവും ഇങ്ങനത്തെ ഒരു സംഭവം എവിടെയാണ് കിട്ടാന്നുള്ളത്. അതാ ഇവിടെ കിട്ടും. അതും ഒരു പീസായിട്ട് കിട്ടും. പക്ഷെ ഹോൾസെയിൽ റേറ്റിന് ഹോൾസെയിൽക്കാർക്ക് മാത്രം എന്ന് വെച്ചാൽ ബൾക്കായിട്ട് കുറേ എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ബട്ടൺ പിടിപ്പിക്കുന്നതാ. ഇതിന് ബാക്ക് സൈഡിലത്തെ ലുക്ക്. ഇതിൻ്റെ കളേഴ്സ് വേണമെങ്കിൽ കളേഴ്സ് ഉണ്ട്. കളേഴ്സിലും നല്ല കാര്യം വർക്ക് നന്നായിട്ട് ചെയ്താൽ മതി. അതിലാണ് കാര്യം ഉള്ളത് കേട്ടോ. പിന്നെ സിസേഴ്സ് പറഞ്ഞത് ചെറിയ റേറ്റിനുള്ളത് അതല്ലേ, 20 റുപ്പീസിൻ്റെ. ഇത് 20 റുപ്പീസിന്റെ സീസർ കേട്ടോ. അപ്പൊ അങ്ങനത്തെ വെറൈറ്റികളുണ്ട്. ഇതൊക്കെ ബട്ടന്റെ തന്നെയല്ല പ്രസ് ബട്ടൺ ഒട്ടിക്കുന്നത്. അത് വെറൈറ്റികൾ വേണോ? ഇങ്ങോട്ട് പോന്നോ? ഇതെന്താ ഐറ്റം? നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയല്ലേ. ജ്വല്ലറി മേക്കിംഗ്. നോക്ക്, ഇവിടെ നമ്മുടെ ഡ്രസ്സിന് മോഡിഫൈ പിടിപ്പിക്കുക അങ്ങനത്തെ സംഭവം മാത്രമല്ല കേട്ടോ. നമുക്ക് ജ്വല്ലറി മേക്കിംഗ് അതുപോലെ തന്നെ ഹെയർ ബാൻഡ് ഇതിനൊക്കെ നമുക്ക് ആവശ്യമുള്ള ടൂൾസുകൾ ഇവിടെ ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ജ്വല്ലറി മേക്കിങ്ങിനുള്ള ടൂൾസ് ആണ്. അത് വരെ ഇവിടെ കിട്ടും. അപ്പോൾ അതിനുള്ള എല്ലാ ഐറ്റംസ് എന്ന് വെച്ചാൽ അതിനുള്ള സ്റ്റോൺസ് വയേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇവിടെ കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഡ്രസ്സിൽ ഒട്ടിക്കാൻ എല്ലാ സ്റ്റോൺസ് ടൈപ്പാണ്. കളർസ് കളർഫുൾ അവൈലബിൾ ആണ്. സിൽവർ ഗോൾഡ് മാത്രമാണ്
കോൺ സിൽവർ ഗോൾഡ് ഉണ്ട്, വൈറ്റ് മാത്രം വേണം, വൈറ്റ് ഉണ്ട്, ഡിഫറെൻറ്റ് കളർ ആയിട്ടുണ്ട്, ബീഡ്സ് ഉണ്ട്, ഹോൾ ഉള്ളത് ഹോൾ ഇല്ലാത്ത 2 ടൈപ്പ് ഉണ്ടാവും. ഇത് ഹോളുള്ളത് കേട്ടോ. ഇതാ ഇത് വൈറ്റിലാണ് വരുന്നത് ഹോളുള്ളത്. ഇനി ഇതിൽ ബീഡ് വർക്ക് ചെറിയ ചെറിയ മുത്തുകൾ കേട്ടോ. ഇതൊന്നും നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റില്ല, ഇങ്ങനെ പാക്കറ്റ് ഇങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ. കണ്ടോ ഇത് പിന്നെ ഡ്രേസിലെ സ്റ്റോൺസ് ആണ്, കട്ട് ചെയ്ത് മുറിച്ച് എടുത്തിട്ട് ഇത് ബ്ലൗസിനെ കയ്യിൽ അങ്ങനെ ഒട്ടിക്കാനാണ്. ഇതെല്ലാം സ്റ്റോൺസ് വർക്കാണ്. ഡിഫറെൻറ്റ് കളർ ഉണ്ട്, ഗോൾഡ്, സിൽവർ, മൾട്ടി കളേഴ്സ്. ഇത് ഒട്ടിക്കണതാണ്. ഇത് നമുക്ക് ഇങ്ങനെ സ്റ്റിക്കർ സ്റ്റിക്കർ വലിച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചാൽ മതി. ഞാൻ കുറെ പണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഇതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, നമ്മുടെ ഡ്രസ്സുകൾക്കോ അല്ലെങ്കിൽ ടെസൽസ് പിടിപ്പിക്കാനായിട്ട് ഇങ്ങനത്തെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വെറൈറ്റികളൊക്കെ ചെയ്യാൻ പറ്റുന്ന അതന്നെ ടെസൽസ്, ഹെയർ ബാൻഡ്സ് അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ യൂസ് ചെയ്യണത്. ഡ്രസ്സിനല്ല, ടെസൽസ് പിടിപ്പിക്കാൻ അങ്ങനത്തെ സംഭവങ്ങൾ, ഹെയർ ബാൻഡ് ഐറ്റംസ്. അപ്പൊ അതിന്റെ പേഴ്സ്, കളേഴ്സ് നിങ്ങളുടെ എന്താണ് ആവശ്യം വെച്ചാൽ അതൊക്കെ ഇവിടെ അവൈലബിൾ ആണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ സ്റ്റോൺസുകൾ, ഇതൊക്കെ നല്ല നല്ല നമ്മളിത് ഓപ്പൺ ചെയ്ത് കാണിക്കണം. ഇത് ഫുൾ ഇങ്ങനെ തന്നെ എടുക്കണം അല്ലേ? ഹാഫ് കെ ജി ആയിട്ട് എന്തായാലും എടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ, ഹാഫ് കെ ജി ആയിട്ട് നമുക്ക് അപ്പോൾ പൊട്ടിച്ചിട്ട് നമുക്ക് വേറെ പാക്കിലാക്കി തരുന്നതായിരിക്കും. ഇതെന്താ സംഭവം? പഞ്ചിങ് നീഡിലാണ്, എംബ്രോയിഡറി ചെയ്യൂലേ? ഓ ഓ പഞ്ചിങ് നീഡിലാണ്. ഓ ഓ ഓ, അതുവരെ ഇവിടെ സ്റ്റാർട്ടിങ് പഠിക്കാൻ വേണ്ടി ഇത് നല്ലതാണ്, യൂസ് ആണ്. ഫസ്റ്റ് സ്റ്റാർട്ടപ്പുകാർക്കൊക്കെ ഇത് നല്ലതായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ ഇതിലേക്ക് കയറാം. വലിയ ഐറ്റം എന്ന് വെച്ചാൽ സ്റ്റാർട്ടപ്പ് തൊട്ട് വലിയ ഐറ്റംസ് വരെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ സ്റ്റോൺസ്, പേൾസ് അങ്ങനത്തെ എല്ലാം ഡീറ്റെയിൽസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഓടിപ്പിച്ച് നോക്കാനാണ് പറയണത് കേട്ടോ. ഫുൾ ഇത്രയും വെറൈറ്റീസ് ഉണ്ട്. ഇത് നമ്മൾ ഒട്ടിക്കണതിൻ്റെ റോൾസ് ആണ് ഈ കാണുന്നത്. പിന്നെ ഫുൾ പേൾസ്, അതുപോലെ സ്റ്റോൺസിൻ്റെ വെറൈറ്റികൾ, ഏത് മോഡൽ, ഏത് കളേഴ്സ് വേണമെങ്കിലും ഉണ്ട് കേട്ടോ. അങ്ങനത്തെ വെറൈറ്റികൾ എല്ലാതും ഉണ്ട്. അപ്പോൾ കളേഴ്സും അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഒട്ടിക്കുന്ന രീതിയിലുള്ളതല്ലാതെ ഇനി ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇപ്പുറത്തെ സൈഡ് എന്താണ് വെറൈറ്റി നോക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. എവിടെ പോയാലും അതിനു മുന്നേ ഇതും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. പാഡ്സ്, ബ്ലൗസ് പാഡ്, ബ്ലൗസോ ഗൗൺസിനോ എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പാഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പാഡിന്ന് മാത്രമേ അറിയുള്ളൂ. പക്ഷെ പാഡിൽ തന്നെ സൈസസും അവൈലബിൾ ആണ്. നമ്മൾ ബ്ലൗസിന്റെ സൈസസ് പറയുന്ന പോലെ എത്ര സൈസ് തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്? 28 to 44, 50 വരെ വരുന്നുണ്ട്. ഇതിൽ സൈസസ് വരെ ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ 32 ആണെങ്കിൽ 32 സൈസിന്റെ ഉണ്ട്. ഓരോ സൈസ് വരെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. 28 സൈസ് ആണെങ്കിൽ 28, 42 സൈസിന്റെ പാഡ് വരെ. അപ്പൊ ഇത് ബൾക്കായിട്ട് എടുക്കണം. നമുക്ക് എന്താ പാഡിന്റെ ആവശ്യം എന്ന് വെച്ചാൽ അത് മാത്രം ഒരു പീസായിട്ട് അങ്ങനെ കിട്ടില്ല. ഇതെവിടെയാണെന്ന് വെച്ചാൽ അവിടെ വെച്ച്. ഇനി ബൂട്ടിക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കോട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഗൗണ് അങ്ങനത്തെ സംഭവങ്ങൾ ഒക്കെ നമുക്ക് എന്തായാലും ഒരു ബുട്ടിക്കാവുമ്പോൾ ക്ഷമിക്കട്ടാ, ബുട്ടിക്കാവുമ്പോൾ എന്തായാലും നമുക്ക് ഗൗൺ കാര്യങ്ങളൊക്കെ ഇടേണ്ടി വരും. അപ്പോൾ ഈ ഗൗൺ കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനത്തെ കുറേ കവേഴ്സും അവൈലബിൾ ആണ്. ഇത് സിംഗിൾ പീസ് ആയിട്ടും കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഓ, ബെഡ്ഷീറ്റിനുള്ള ലേസുകളാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പൊ ഇത് മീറ്റർ വൈസ് മുറിച്ച് കിട്ടും? ഫുൾ ബണ്ടലായിട്ട് തന്നെ എടുക്കണം അല്ലേ? അത് ഹോൾസെയിൽ ആണെങ്കിൽ ബണ്ടിലാണ് എടുക്കും എല്ലാവരും. ഇതാ ഡിഫറെന്റ് സൈസ് ഉണ്ട്, ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട്. കളർ പറയുമ്പോൾ വൈറ്റ്, ഓഫ് വൈറ്റ് ആണ്. ഇത് ഡൈബിൾ ആണ്. ഓക്കെ ഓക്കെ, ഏത് കളർ വേണം ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇത് ബെഡ്ഷീറ്റിന്റെ സൈഡിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ലേസുകൾ. പിന്നെ അതിന് സൈസ് അനുസരിച്ചിട്ട് എങ്ങനെ സൈസ് വേണം അങ്ങനെ കിട്ടും. ഓൾ മോഡൽസ് ഉണ്ട് ഇതിനകത്ത്. ഇതിപ്പോ ആകുമ്പോൾ നേരെ സൈഡ് സ്ട്രെയിറ്റ് ആണ്. ഇതാകുമ്പോൾ ചെറിയൊരു കർവ് ടൈപ്പ് ആയിട്ടാണ് വരുന്നത്. അതെ, 1/4 ഇഞ്ച് to 8 ഇഞ്ച് വരെ ഉണ്ടാവും ഇതിനകത്ത്. 8 ഇഞ്ച് വരെ. ഓക്കെ. ക്രോഷ്യോ ലേസ് പറയാം. ക്രോഷ്യോ ലേസിൽ ഇതിവിടെ ക്രോഷ്യോ ലേസിൽ ഇപ്പൊ നമ്മൾ കണ്ടത് വൈറ്റ് ആണ്. ഇത് വരുമ്പോൾ നമുക്ക് ഒരു ബേജ് കളേഴ്സ് അവൈലബിൾ ആയിരിക്കും. ബേജ് ആൻഡ് വൈറ്റ് ആണ്. ഇത് ഡയബിൾ ആണ് ഫുൾ. ഈ ബേജ് കളറും ഡയബിൾ ആണ്. ഓ, ഇതും ഡയബിൾ ആണ് കേട്ടോ. ഇത് പ്യൂർ കളർ ആവും. ഏത് കളർ വേണോ, ഡാർക്ക് കളർ, ലൈറ്റ് കളർ വേണോ, ഇത് ചെയ്യാൻ പറ്റും ഇതിനകത്ത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇത് കൂടാണ്ട് നമുക്ക് സിബുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. സിബ് ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഇനി ഇത് കൂടാണ്ട് നമുക്ക് കട്ട് ബീഡ് വർക്കിന്റെ ലേസ് തുറന്നു നോക്കിയാൽ നമുക്കറിയാം ഇതിന്റെ വലിയൊരു സംഭവം ഇത്ര നീളത്തിലാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ കുറച്ച് ഡിസ്പ്ലേ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഡിസ്പ്ലേ ഒന്ന് നോക്കാം നമുക്ക്. ഇത് ഫുൾ റെഡി സ്റ്റിച്ച് ആണ് കേട്ടോ. കണ്ടു, ഡിസ്പ്ലേ
നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതിൽ. നീളത്തിലുണ്ട്. ഇത് ഈ ഫുൾ റെഡി ടു സ്റ്റിച്ച് ആണ്. റെഡി ടു സ്റ്റിച്ച് ആണ്. ഇത് ഫുൾ സാമ്പിൾ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് കുറേ വെറൈറ്റി ഉണ്ട് ഇന്ന് വരും. ഒന്ന് അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ സൂം ചെയ്ത് നോക്കാം. നമുക്ക് അത്രയും വെറൈറ്റി കളക്ഷൻസ് നമുക്ക് ഡ്രസ്സിലൊക്കെ പിടിപ്പിക്കാൻ പറ്റിയ നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ. അതിൽ ക്രിസ്റ്റൽ സ്റ്റോൺസ് ഉണ്ട്, പേളിൻ്റെ ഡീറ്റെയിലിംഗ് ഉണ്ട്, മൾട്ടി കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, സ്റ്റോൺ ഉണ്ട്, അങ്ങനെ വെറൈറ്റികൾ കേട്ടോ. ഒന്ന് അടുത്തേക്ക് വരും, ഒന്ന് സൂം ചെയ്ത് നോക്കും. നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കുറേ വെറൈറ്റീസ് ഇതാണ് അതിൻ്റെ ഒരു വെറൈറ്റി ഞാൻ നേരത്തെ പിടിച്ചത്. ഇത് ഓപ്പൺ ചെയ്താൽ നോക്കിയാലോ നമുക്ക് പറഞ്ഞോ. ഇതുണ്ടല്ലേ ഗോൾഡ് കളർ. ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഗോൾഡ് ആണെങ്കിൽ ഇതൊരു റോസ് ഗോൾഡ് കളർ, അതുപോലെ സിൽവർ കളർ, അങ്ങനെ പല കളേഴ്സ് നമുക്ക് നമ്മുടെ ആവശ്യത്തിനായിട്ടുള്ള അവൈലബിൾ ആണ്. പക്ഷേ ഇത് ഫുൾ ഇങ്ങനെ ഒരു റോൾ, ഇങ്ങനെ ഒരു ഫുൾ സെറ്റ് എടുക്കണം. ഇത് മുറിച്ച് കിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ആണ് ഈ ബാക്കിൽ മൊത്തം ഇരിക്കുന്നത്. ഇത് ഫുൾ നമുക്ക് കണ്ടാലും തീരില്ല, അത്രയും അധികം കളക്ഷൻസ് ആണ്. ഒന്ന് അടുത്തേക്ക് വരാണെങ്കിൽ നോക്കിയേ, ഇത്രയും അധികം കളക്ഷൻസ് ഫുൾ. ഇത് കൂടാണ്ട് ഇവിടെ തുണിയുടെ ലേസും ഉണ്ട് അല്ലേ, സാരിയുടെ ബോർഡർ. സാരിക്ക് ബോർഡർ പിടിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ട്രഡീഷണൽ വെയർ ആയിട്ടുള്ള സാരി, പട്ട് പാവാട, അല്ലെങ്കിൽ നമ്മുടെ ടിഷ്യൂൻ്റെ ഒക്കെ ഡ്രസ്സുകൾ ഉണ്ടാവില്ലേ, അതിൻ്റെ സൈഡിലൊക്കെ ബോർഡർ പിടിപ്പിക്കാൻ, അങ്ങനത്തെ വെറൈറ്റികൾ. കളർ അവൈലബിൾ ആണ്. 2 ഇഞ്ച് ഉണ്ട്, 3 ഇഞ്ച് ഉണ്ട്, പിന്നെ ഗോൾഡ് മാത്രമാണ്. ഗോൾഡ് 2 ഇഞ്ച്, 3 ഇഞ്ച്, 4 ഇഞ്ച് ആയിട്ട് അവൈലബിൾ ആണ്. ഇത് ഫുൾ തുണികളുടെ ആണ് കേട്ടോ. പിന്നെ ഇത് സീക്വൻസ് ടൈപ്പ് ആണ്, പ്ലെയിൻ, പിന്നെ തടിയിലെ പ്ലെയിൻ ആണ്. ഗോൾഡ് സിൽവർ 2 കളർ കാണും ഇതിനകത്ത്. ഇതിപ്പോൾ കളേഴ്സിൽ. അതുകൂടാണ്ട് നേരത്തെ നമ്മൾ കാണിച്ച ഒരു സ്റ്റോണിന്റെ വർക്കിൽ ഇത് ഫുൾ സ്റ്റോണിന്റെ തന്നെയാണ് കേട്ടോ. അതിൽ കളേഴ്സും അവൈലബിൾ ആണ്. ഇത് ഫുൾ അതിന്റെ വെറൈറ്റീസ് കണ്ടാലും തീരില്ല, അത്രയ്ക്ക് അധികം കളക്ഷൻസ്. നേരിട്ട് വന്നേ പറ്റുമോ, വന്നാലാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൂ. കാരണം ഇവർക്ക് ഓൺലൈന് ഉണ്ടെങ്കിൽ പോലും ഓൺലൈനിൽ മേടിക്കാണ്ടിരിക്കാൻ നല്ലത്. കാരണം കളേഴ്സ് എപ്പോഴും ഡിഫറെന്റ് വരില്ല. ഓൺലൈനിൽ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ച കളർ, അപ്പൊ നമ്മുടെ ഡ്രസ്സിൽ വന്നിട്ട് നേരെ എടുത്തോളാം. പിന്നെ വീഡിയോ കോളിലെ ഫോട്ടോ അയക്കാം. അങ്ങനെ കണ്ടിട്ട് നിങ്ങൾ ഓർഡർ കൊടുക്കാൻ പറ്റും. പിന്നെ കൊറിയർ അയക്കാം അവിടെ നിന്ന്. അങ്ങനെ അത് രണ്ടാമത്തെ തവണ. പക്ഷെ ഫസ്റ്റ് തവണ എന്തായാലും നിങ്ങൾ നേരിട്ട് വന്നേ പറ്റുമോ. നേരിട്ട് വരാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് നമ്മുടെ സ്വന്തം എറണാകുളത്ത് തന്നെയാണ് കേട്ടോ. എറണാകുളത്ത് ശരിക്കും പറഞ്ഞാൽ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ എങ്ങനെയൊക്കെ വരാൻ പറ്റും. നമ്മുടെ രാധാകൃഷ്ണൻ പറയുമ്പോൾ കുറച്ചുകൂടി ഫേമസ്. തൊട്ടപ്പുറത്താണ് രാധാകൃഷ്ണൻ നേരെ ഓപ്പോസിറ്റ് കടയാണ്. കൃഷ്ണ ലേസ് സെന്റർ എന്ന് പറയുന്നത്. 2 വഴിക്ക് നമുക്ക് വരാം. ഒരെണ്ണം നമുക്ക് മാർക്കറ്റ് റോഡ് വഴിക്ക് വരാം, നോവൽറ്റി ഒക്കെ വഴി. നോവൽറ്റി എന്നൊക്കെ പറയുമ്പോൾ ഫേമസ് ആയിട്ടുള്ള കടയാണ്. അതുപോലെ ബ്ലൂ ഡയമണ്ട് ഹോട്ടൽ, ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഫേമസ് ആയിട്ടുള്ളതാണ്. അവിടുന്ന് ആദ്യം ഇല്ല കേട്ടോ. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഷോപ്പ് കാണാം. ഇനി മെയിൻ റോട്ടിൽ നിന്ന് നമുക്ക് കയറുകയാണെങ്കിൽ നമുക്ക് സിഡിയ കോംപ്ലക്സ് അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള വഴിയിൽ നേരെ ഇവിടെ 4 കൂടിയ ജംഗ്ഷൻ കാണും. ആ ജംഗ്ഷന്റെ അവിടെ ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് ഈ ഒരു കൃഷ്ണ ലേസ് ആൻഡ് ടെക്സ്റ്റൈൽ, വലിയ ബിഗ് 4 ഫ്ലോർ ആയിട്ടുള്ള ബിൽഡിംഗ്. അതിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് അല്ലേ. ബ്രോഡ്വേ ജംഗ്ഷൻ കഴിഞ്ഞ് മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ ആണ് അടുത്തത്. 2 ജംഗ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ജംഗ്ഷൻ 4 കൂടിയ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ജംഗ്ഷനിലാണ് ഈ ഒരു കട നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറേ കളക്ഷൻസ് ഉണ്ട്. നമുക്ക് റെഡി ടു സ്റ്റിച്ച് ആയിട്ടുള്ള കുറേ കല്ല് വെച്ചിട്ടുള്ളത്, ലേസിൻ്റെയും ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ അവിടെ കാണിച്ചിട്ടുള്ളതാന്ന് തോന്നുന്നുണ്ട് അല്ലേ. ഇത് നെറ്റില് സിൽവർ അവൈലബിൾ ആണ്. അതില് വീതി കൂടിയതും കുറവുള്ളതും അങ്ങനെ പല ഇതിലും വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ റോസ് ഗോൾഡ് സിൽവർ ആന്റിക് ഡിഫറെന്റ് കളർ അവൈലബിൾ ഉണ്ട്. കളേഴ്സ് അവൈലബിൾ. നമ്മുടെ എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഈവൻ ബ്ലാക്ക് വരെ വരുന്നുണ്ട് കേട്ടോ. ബ്ലാക്കിലൊക്കെ നല്ല വെറൈറ്റി. ഇത് കട്ട് ബീഡ്സിന് ഇതില് വർക്ക് ഉണ്ടല്ലോ, സ്റ്റോണിന്റെ വർക്കൊക്കെ വന്നിട്ടുള്ളത് അല്ലേ. ഇതൊക്കെ സ്റ്റോണിന്റെ വർക്കൊക്കെ വന്നിട്ടുള്ളതാണ്. ഇതൊക്കെ നമുക്ക് റെഡി ടു സ്റ്റിച്ച് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇത് കൂടാണ്ട് പിന്നെന്താ, ഇത് മറ്റേ പോംപോമിന്റെ ഡീറ്റെയിലിംഗ് വെച്ചിട്ടുള്ള അല്ലേ, പോംപോം ലേസസ്. നമ്മൾ ഡ്രസ്സിലൊക്കെ കണ്ടിട്ടില്ലേ പോംപോമിന്റെ ലേസസ് ഒക്കെ. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അല്ലേ, ഡയബിൾ ആണ്. ഓപ്പൺ പീസ് ഉണ്ട്. ഓക്കെ, ഇത് ഡയബിൾ ആണോ? ഓ, നമ്മൾ ഡ്രസ്സിന്റെ സൈഡിലൊക്കെ കുട്ടികളുടെ ഡ്രസ്സിന്റെ സൈഡിലൊക്കെ കണ്ടിട്ടുണ്ട്. പെൺകുട്ടികളുടെ തന്നെയല്ല, വലിയവരുടെ ആയാലും നമ്മൾ ഈ കൈയിന്റെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ പിടിപ്പിക്കുന്ന കണ്ടിട്ടില്ലേ. അതിന്റെ ഇത് ഫുൾ, ഇത് എത്ര മീറ്റർ ഉണ്ടാവും? 25 മീറ്റർ. ഇത് ഫുള്ള് റോൾ ഇങ്ങനെ എടുക്കണം. ഡയബിൾ ആണ്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള കളേഴ്സ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇത് ഒരു റോൾ ഇങ്ങനെ എടുത്താൽ മതി. അത് ആ കളർ മാറിപ്പോകും. അതിന്റെ ഉള്ളിൽ കവറിൽ തന്നെ വെച്ചോ. അത് വൈറ്റ് ആയതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഇത് ഫുള്ളും ലേസസ് തന്നെയാണ്. നോർമൽ ടൈപ്സ് ആണ്. 65 rupees, I starting 50 rupees, 45 rupees.
ഇത് 65 റുപ്പീസ് അല്ലേ? അതെ. നോർമൽ ലേസ് കേട്ടോ, നമുക്ക് ബ്ലൗസസ് അല്ലെങ്കിൽ നെക്കിന്റെ ഇതിലേക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് അങ്ങനെ പല ആവശ്യത്തിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റി. ഇതൊക്കെ നോർമൽ കൂടാണ്ട് നമുക്ക് ഹൈ ക്വാളിറ്റി ഉള്ളതും നല്ല വെറൈറ്റി ഉള്ളതും അങ്ങനത്തെ ഐറ്റംസ് സ്റ്റാർട്ടിങ് 25 റുപ്പീസ് ഉണ്ടാവും. പക്ഷേ ഇത് എല്ലാത്തിനും വില പറയാൻ പറ്റില്ല, ഹോൾസെയിൽ ആയതുകൊണ്ട് കേട്ടോ. പിന്നെ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും, പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കും. കുറച്ചുകൂടി അടുത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഫുൾ ഇങ്ങനെ കണ്ടു പോവാം, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എല്ലാതും എടുത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ ഫുൾ ലേസിന്റെ പല പല കളേഴ്സ്, പല പല വെറൈറ്റീസ്. അതിൽ ആൻറ്റിക്ക് വരുന്നുണ്ട്, ബ്ലൂ കളർ ഉണ്ട്, മൾട്ടി കളേഴ്സ് വരുന്നുണ്ട്, അങ്ങനെ പല പല കളേഴ്സിലും വരുന്ന കളേഴ്സാണ്. അതുപോലെ തന്നെ ഇത് കൂടാണ്ട് നമുക്ക് ഈ കാണുന്നത് ക്രോഷ്യ ലേസസ്. ഇത് ഡൈബിൾ ആണ്, നേരത്തെ നമ്മൾ കാണിച്ചത് അല്ലേ? അതിന്റെ സൈസസ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. നമുക്ക് 1/2 ഇഞ്ച് തൊട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് 4 ഇഞ്ച് 8 ഇഞ്ച് വരെ ഉണ്ടാവും. ഇതൊക്കെ അതിന്റെ ഡയബിൾ സെക്ഷൻ ആണ് ഈ കാണുന്നത് ഫുൾ. ഈ ഫുൾ ഇവിടെ ഈ അറ്റം വരെ ഫുൾ ഡയബിൾ കളക്ഷൻസ് ആണ് വരുന്നത്. മുകളിൽ കണ്ടോ നല്ല വീതിയുള്ള അത് ക്രോഷ്യേര ലേസൊക്കെ നല്ല രസമുണ്ടല്ലോ. ഇതൊക്കെ കാണിക്കുമ്പോൾ അടിപൊളി കേട്ടോ. അത് കൂടാണ്ട് മുകളിൽ കാണുന്നത് മൊത്തം സാറ്റിന്റെ റോളുകൾ അല്ലേ, റിബൺസ് ഒന്ന് അങ്ങനെ ആ ഐറ്റം വരെ ഫുൾ കാണുന്നത് നമുക്ക് സാറ്റിന്റെ റിബൺസ് ആണ് കേട്ടോ. അതിൽ പല കളേഴ്സ് ഉണ്ട്. അത് ഫുള്ള് എത്ര 4 ഇഞ്ച് തൊട്ട് എത്ര വരെ പോകും? 2 ഇഞ്ച് വരെ. അപ്പൊ അതും നമുക്ക് ഫുൾ ഒരു റോൾ ആയിട്ട് എടുത്താൽ മതി. ഒരു ബണ്ടൽ എന്ന് പറയുമ്പോ നമുക്ക് കേറി നോക്കാം. ഇതാ കേറിയിട്ട് നോക്കി എടുക്കാം. ഇതിലാവുമ്പോ 5 എണ്ണത്തിന്റെ ഈ ഫുള്ള് അങ്ങനെ തന്നെ എടുക്കണം. ഈ ഫുൾ അങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. ഇത് ഒരെണ്ണല്ല, 1 2 3 4 5 എണ്ണത്തിന്റെ ഒരു ഫുൾ സെറ്റ് ഇങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. അപ്പൊ ഹോൾസെയിൽ ആയിട്ട് പ്രൈസിന് ഹോൾസെയിൽ റേറ്റിന് നമുക്ക് കിട്ടും. അപ്പൊ ഇതുപോലെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് പോയാലോ? മുകളിലൊക്കെ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ എന്താ നമുക്ക് നൂലുകളാന്ന് തോന്നുന്നു, ത്രെഡുകളൊക്കെ എങ്ങനെ എടുക്കണം? അപ്പൊ അത് പീസ് പറക്കി എടുക്കാൻ പറ്റും, അതിന് ഒരു പ്രശ്നമില്ല. അപ്പൊ ഇതിന്ന് ഒരു കളർ എടുത്തു, ഇതിന്ന് ഒരു കളർ എടുത്തു, അങ്ങനെ. ഇത് ഫുൾ ത്രെഡുകളാണ് കേട്ടോ, പല പല കളേഴ്സ് വെച്ചിട്ടുള്ളതാണ്. ചെറുത് വലുത് രണ്ടും ഉണ്ട്. ഇത് വലിയ സൈസ് വരുന്നത്, അതുപോലെ ചെറിയ സൈസ് വരുന്നത്. ഏത് വേണമെങ്കിലും എടുക്കാം. നമുക്ക് ബൾക്കായിട്ട് എത്ര വേണമെങ്കിലും എടുക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് സിംഗിൾ ആയിട്ട് എടുക്കാം. പക്ഷെ ഇത് മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ല. നമുക്ക് കുറച്ച് കൂടുതൽ എടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ് കേട്ടോ ഈ ഫുൾ ത്രെഡ് വരുന്നത്. ഇത് കൂടാണ്ട് ഇനി പാക്കറ്റ് വേണമെങ്കിൽ പാക്കറ്റ്. ഇതെന്താ സംഭവം? ഇത് സാരിയിലെ മുന്താണിയാണ്. ഓരോ പീസായിട്ട് തുറന്ന് വെക്കാൻ പറ്റും. ഇത് ഓരോ പീസാണ്, 100 പീസസ് ഒരു പാക്കറ്റിൽ വരും. ഓ, അതിന്റെ കളക്ഷൻസ് ഇവിടെ എവിടെയോ കണ്ടല്ലോ ഞാൻ. ഇതല്ലേ? അതെ. ഇത് ഈ ഒരു സെക്ഷൻ സാരിയിൽ ഇങ്ങനെ പല്ലുവിന്റെ സൈഡിൽ നമ്മൾ പഠിപ്പിക്കണത് അല്ലേ? അപ്പൊ 100 പീസിന്റെ ഒരു സെറ്റാണ് ഇത്. ഇത് നമുക്ക് ഓരോന്നോരോന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് സാരിയിൽ ഇങ്ങനെ തയ്ച്ച് പിടിപ്പിക്കാൻ പറ്റും. നമ്മുടെ ഇഷ്ടത്തിനുള്ള കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട് ഈ ഒരു സെക്ഷനിൽ. നമ്മൾ ഫുള്ള് കാണിച്ചിട്ടില്ലേ, ലേസുകൾ കാണിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം മൊത്തം ഇവിടെ പോകും. അപ്പൊ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് മുകളിലത്തെ ഫ്ലോറിലേക്ക് പോയാലോ? മുകളിലത്തെ ഫ്ലോറും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനി 4 ഫ്ലോർ ഉണ്ട് കേട്ടോ. നമ്മൾ ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകണത്. അപ്പോൾ പോയാലോ നമുക്ക്? വരും, മുകളിലത്തെ ഫ്ലോറിലേക്ക് പോകും. അത് കൂടാണ്ട് ഇവിടെ ഒട്ടിക്കാനുള്ള ഗമ്മ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഗമ്മല്ലേ? ഇത് ഗമ്മല്ലേ? പറയേ. ഗമ്മാണ്, ഇത് ഫാബ്രിക് ഗ്ലൂ ആണ്. പിന്നെ കൂടിയ ക്വാളിറ്റി ആണ്. കൂടിയ ക്വാളിറ്റി 7000 പറഞ്ഞിട്ട് വരൂലേ, അത് നല്ല ഓട്ടോ ഗമ്മ ഉണ്ട് ഇവിടുത്തെ. അതുണ്ട്. അത് കൂടാണ്ട് നമുക്ക് ഈ ബട്ടൺസ് ആണ്, കളേഴ്സിൽ. ഓ, അതൊന്ന് സൂം ചെയ്യാം, അതൊന്ന് വരൂ. ഇതാ നേരത്തെ കണ്ടത് നമ്മൾ കളർ ഇല്ലാത്തതായിരുന്നു. ഇത് പ്രസ് ബട്ടൺ കളർ ഉള്ളതാണ് കേട്ടോ. അതിൽ കളേഴ്സ് ബ്ലാക്ക് ഉണ്ട്, അങ്ങനെ പല കളേഴ്സ് നമുക്ക് ശരിക്കും ഒരു ഡയമണ്ട് ഒക്കെ വെച്ച പോലെ ആ ഒരു ഫീല് നമുക്ക് കിട്ടും കേട്ടോ. ഇത് ഫുൾ ഇങ്ങനെ ഒരു ഒറ്റ പാക്ക് ഫുൾ ഇങ്ങനെ എടുക്കണം. അതിന്റെ കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് അവിടെ നിന്ന് ഇവിടുന്ന് കാണുമ്പോൾ പെട്ടെന്ന് ഓരോന്നോരോന്ന് എടുത്ത് മിസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാതും കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മുകളിലേക്ക് പോകാൻ വരും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന ഐറ്റംസ് പറയുമ്പോൾ ഇതൊക്കെ എന്താ? ഈ വൈറ്റ് ക്യാൻവാസ് റോൾ അങ്ങനത്തെ ക്യാൻവാസ് റോളാണ്. ബാൻഡ് റോൾ, പാൻറ് റോൾ, ചടി റോൾ, മറ്റേ പടി റോള്, പിന്നെ ബോട്ടം വെക്കണം, ചുരിദാറിന് ലേഡീസ് റോൾ. ഇത് ക്യാൻവാസ് ആണ്. അപ്പൊ ബോട്ടത്തിന് വെക്കണ മറ്റേ ക്യാൻവാസ് പോലത്തെ സംഭവം. അതുപോലെ തന്നെ നെക്കില് ക്യാൻവാസ് വേണം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അത് ഇഞ്ച് വയസ്സായിട്ട് വ്യത്യാസമുണ്ട്. 1 ഇഞ്ച്, 1.5 ഇഞ്ച്, 2 ഇഞ്ച്, അങ്ങനെ ഡിഫറെന്റ് സൈസ് ഉണ്ടാവും അതിനകത്ത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഫുൾ ഒരു റോൾ ഇങ്ങനെ എടുക്കേണ്ടത്. ഇത് പൊട്ടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ കാണിച്ചു തരാത്തത്. പക്ഷെ തയ്ക്കാൻ ഇത് പൊട്ടിക്കാലോ. ഡിഫറെന്റ് കളർ, ഡിഫറെന്റ് കമ്പനി ഉണ്ട്. ഇത് കമ്പനിയും ഡിഫറെന്റ് ഉണ്ട്. അതെ, MCL ഉണ്ട്, TLR ഉണ്ട്. ഓൾ കമ്പനി ഐറ്റംസ് മാത്രമേ ഉണ്ടാവും. ബ്രാൻഡഡ് ഐറ്റം മാത്രമേ പറ്റുള്ളൂ അല്ലേ? അപ്പൊ ഇത് കമ്പനി ഐറ്റംസിന്റെ റോൾസ് ആണ് ഇരിക്കുന്നത്. നമ്മുടെ ആവശ്യം എന്താ വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇഞ്ചുകൾ മാറിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് അനുസരിച്ചിട്ട് മേടിക്കാൻ പറ്റും. ഇത് കൂടാണ്ട് ഈ കോളർ, റെഡിമെയ്ഡ് കോളർ,
ഇത് റെഡിമെയ്ഡ് കോളറിന്റെ പട്ടിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് കുർത്തീസിനോ അല്ലെങ്കിൽ ഷർട്ടിനോ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഓപ്ഷൻസ്. ഇപ്പൊ കുർത്തീസിനും ഇപ്പൊ ഷർട്ടിന്റെ കോളർ പോലെ വരുന്നുണ്ട്. ഇത് സൈസ് ആണ്, സൈസ് എല്ലാ സൈസ് അവൈലബിൾ ആണ്. ചെറിയ സൈസ് ടു വലിയ സൈസ് വരെ ഉണ്ടാവും അവൈലബിൾ. ഇതിപ്പോ 3-ാം നമ്പർ ആണ് കേട്ടോ സൈസ് വരുന്നത്. അതുപോലെ ഇത് 16-ാമത്തെ നമ്പർ, അങ്ങനെ സൈസസ് വരുന്നുണ്ടല്ലോ. അപ്പൊ ഇത് ഫുള്ള്. അപ്പൊ ഈ കാണിക്കുന്നത് ഇതൊരു ഈ ഒരു ഇത് ഫുള്ള് എടുക്കണ്ടല്ലോ, ഈ ഫുള്ള് ഒരു പാക്കറ്റ് കേട്ടോ. അങ്ങനെ അത് കൂടാണ്ട് സിബുകളാണ്, അതൊക്കെ പുറത്ത് പോയിട്ട് നമുക്ക് കാണാം. ഇതും ഫുള്ള് സിബ് ഓരോന്നായിട്ടൊക്കെ എടുക്കണ കണ്ടിലൂടെ. ലേഡീസ് ജിബാണ്, ജെന്റ്സ് ജിബാണ്, മറ്റേ നെക്കറിന് പെയിന്റിന് ജിബാണ് ഇതെല്ലാം. ഓ അതിന്റെ രണ്ടിന് വ്യത്യാസങ്ങൾ വരുന്നുണ്ടല്ലോ. ഓക്കെ. സിബിനും ഉണ്ട് ആണും പെണ്ണും വ്യത്യാസം കൊണ്ടോ. സിബിന് പോലെ അറിയാന്ന് ഞാൻ ആണോ നീ പെണ്ണാന്ന്. ഷർട്ട് ബട്ടൺ, പാന്റ് ബട്ടൺസ് എല്ലാ കളർ ഡിഫറെന്റ് ആയിട്ട് അവൈലബിൾ ഉണ്ട്. ഇതൊക്കെ ബട്ടൺസ് ആണ് കേട്ടോ. ഷർട്ടും പാൻസും അതുപോലെ തന്നെ കോട്ടിന് അങ്ങനത്തെ ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള ഫുൾ ബട്ടൺസ് ആണ് ഈ കാണുന്ന മൊത്തം. ഇത് ഫുൾ ഒരു പാക്കറ്റ് ഇങ്ങനെ എടുക്കണം. അതിന്റെ കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇത്രയും അധികം കളർ ഓപ്ഷൻസ് അതിൽ വരുന്നുണ്ട്. അത് കൂടാണ്ട് നമുക്ക് സൂപ്പർ ഗ്ലൂ ഒട്ടിക്കാനുള്ള സ്റ്റിക്ക്, ഇത് ഫുൾ സ്റ്റിക്ക് അല്ലേ, ഗ്ലൂ സ്റ്റിക്ക്. ഗ്ലൂ സ്റ്റിക്ക് ഇത് ഫുൾ ഇങ്ങനെ തന്നെ റോളായിട്ട് ഇങ്ങനെ തന്നെ എടുക്കണം. അപ്പൊ അതിന്റെ ഗണ്ണും ഉണ്ടാവും, ഗണ്ണും ഉണ്ട് അല്ലേ. ഗണ്ണ് അപ്പോൾ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ട രീതിയൊക്കെ. അതുപോലെ തന്നെ ഇപ്പുറത്തെ സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ ഇതും ബട്ടൺസ്, അത് എലാസ്റ്റിക് എല്ലാ സൈസ് വരുന്നുണ്ടല്ലേ. അപ്പൊ ഇത് എലാസ്റ്റിക്. നേരത്തെ കണ്ടത് നമ്മൾ ഫുൾ ക്യാൻവാസിന്റെ റോളുകളായിരുന്നു. ഇത് ഫുൾ എലാസ്റ്റിക്കിന്റെ റോൾസ് ആണ്. എലാസ്റ്റിക്കിന്റെ റോൾസ് ഇങ്ങനെയും വരുന്നുണ്ട്. ഇതെന്താ വ്യത്യാസം, ഈ റോളിന്റെ വ്യത്യാസം? ചെറിയ സൈസ് വരുമ്പോ എങ്ങനെ ചെറിയ റോൾ വരും, വലിയ സൈസ് വരുമ്പോ എങ്ങനെ റൗണ്ട് ആയിട്ട് റോൾ വരും. ഇത് 1/4 ഇഞ്ച്, 6 ഇഞ്ച്, 3/4 ഇഞ്ച്, 1, 1.5, 2 അങ്ങനെ ഡിഫറെന്റ് സൈസ് വരും. ഇത് 2 ഇഞ്ചാണ്. 2 ഇഞ്ചിന്റെ വരുമ്പോ ഇങ്ങനെ റോള് വരും. ചെറിയ സൈസ് വരുമ്പോ ഇങ്ങനത്തെ റോള് വരും. 3/4 ഇഞ്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ റൗണ്ട് റോൾ വരും. ഓക്കെ. അപ്പൊ റോൾസിലുണ്ട്, ഇങ്ങനെയുണ്ട്. അപ്പൊ അത് നമ്മുടെ ഇതിനനുസരിച്ച് ഇത് ഫുൾ അതിന്റെ. ഇതെന്താ സംഭവം? അത് എംബ്രോയിഡറി ത്രെഡ് ആണ്. എംബ്രോയിഡറി ത്രെഡ് പറയുമ്പോൾ സിൽക്ക് ത്രെഡ് ആണ്. ഇതിനകത്ത് എല്ലാ സൈഡ് ആണ്, എല്ലാ കളേഴ്സ് അവൈലബിൾ ആണ്. ഓ അപ്പൊ നമുക്ക് അത് ഫുള്ള് നോക്കണ്ട, ഇതിൽ തന്നെ നോക്കിയിട്ട് ചൂസ് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ ഇത് സിൽക്ക് എംബ്രോയിഡറിയുടെ ഫുൾ കളക്ഷൻസ് ആണ്. ഇത് ഫുൾ ഇരിക്കുന്നത് മൊത്തം എലാസ്റ്റിക് ആണ് കേട്ടോ. ഈ കാണുന്ന ബോക്സ് മൊത്തം ഇരിക്കുന്നത് ഫുൾ എലാസ്റ്റിക്കുകൾ, എംബ്രോയിഡറി ത്രെഡ് ആണ്. ഇതാണ് ഇതിനകത്ത് കളർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ പെറുക്കി എടുക്കാൻ നോക്കിയെടുത്തോളൂ നമ്പേഴ്സ് എല്ലാം. ഓക്കെ. അപ്പൊ ഇതിൽ ഏത് കളറാന്ന് പറയുകയാണെങ്കിൽ ആ നമ്പർ അനുസരിച്ചിട്ട് അവർ അത് എടുത്ത് തരുന്നതായിരിക്കും കേട്ടോ നമുക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇതിലും നമ്പേഴ്സ് ഉണ്ടാവും. ആ നമ്പർ നോക്കിയിട്ട് നമുക്ക് ഈ ഫുൾ ബോക്സ് എടുക്കണം അല്ലേ? ഫുൾ ബോക്സ് എടുക്കണം, ഇല്ല ലൂസ് എടുക്കാൻ പറ്റും. പക്ഷെ ഹോൾസെയിൽ റേറ്റിന് നമുക്ക് ഹോൾസെയിൽ ആയിട്ട് അങ്ങനെ. ഇനി എന്താ ഇത് ഫുൾ മിറേഴ്സ് അല്ലേ? അതെ, മിറർ സൈസ് ആണ്, ഡിഫറെന്റ് ഷേപ്പ് ആണ്. സ്ക്വയർ, റൗണ്ട്, തിൽക്കം. ഇത് ഫുൾ മിററുകളാണ് കേട്ടോ. ഇത് ഡയമണ്ട് ഉണ്ട്, അതുപോലെ ടീക്ക, ഗോപി പൊട്ട് പോലത്തെ ഉണ്ട്, സ്ക്വയറിലുണ്ട്. അങ്ങനെ പല പല ഷേപ്പുകൾ നമുക്ക് ഒറിജിനൽ മിറേഴ്സ് ആണ് യൂസ് ചെയ്യണത്. അതുപോലെ ഇത് മിറർ ആണെങ്കിൽ ഇത് നമുക്ക് ഒരു യെല്ലോ ഗോൾഡ് കളറിന്റെ മിറർ ആണ് കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. നമുക്ക് ഏത് മോഡൽ ഏത് കളേഴ്സ് വേണമെങ്കിലും ഉണ്ട്. അതുപോലെ സൈസസും അവൈലബിൾ ആണ് അല്ലേ? ഇതിനും സൈസസ് ഉണ്ട് അല്ലേ? സൈസ് ഉണ്ട്, ഡിഫറെന്റ് ഷേപ്പ് ഉണ്ട് ഇതിനകത്ത്. സ്കോറിനാണെങ്കിൽ സ്കോറിന് 3-4 സൈസ് ഉണ്ട്, 4, 6, 8, 10 അങ്ങനെ ഓരോ ഷേപ്പിന് ഓരോ സൈസ് ആണ്, സൈസസ് വരുന്നുണ്ട്. പിന്നെ ഇരിക്കുന്നത് ഇപ്പുറത്തെ സൈഡ് അതെ ഫ്ലവർ ഉണ്ടാക്കുന്ന കോംപ്ലക്സ് ഐറ്റംസ് ആണ്. ഓ തലയിലെ കുത്തനല്ലേ? കോമ്പ് ട്ടോ. നമുക്ക് ഹെയർ ബാൻഡിന്റെ കോമ്പ് ഉണ്ടാവില്ലേ നമുക്ക് കുട്ടികൾക്കൊക്കെ, അതിനുള്ള ബൾക്കായിട്ടുള്ള കോമ്പാണ് ഈ കാണുന്നത്. അതിന് ബൾക്കായിട്ട് തന്നെ എടുക്കണം. പിന്നെ എംബ്രോയിഡറി ജെറിയുടെ ഹാൻഡ് എംബ്രോയിഡറി, ഹാൻഡ് എംബ്രോയിഡറി കേട്ടോ. അതിൽ കളേഴ്സും വരുന്നുണ്ട്, ഗോൾഡ് വരുന്നുണ്ട്, സിൽവർ വരുന്നുണ്ട്, അങ്ങനെ വെറൈറ്റികളുണ്ട്. പിന്നെ ഇത് ഫുൾ നമ്മൾ ലേസുകളാണ്, നിലത്ത് കണ്ടതുള്ളത് തന്നെയാണ്. ഇതൊക്കെ മൊത്തം അത് തന്നെയാണ്. പിന്നെ നാട, നമ്മുടെ ചുടിദാറിൻ്റെ പാൻറ്റിൻ്റെ, അതുപോലെ ആണുങ്ങളുടെ ഈ ജുബ്ബകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നാടകൾ. അതിലും സൈസസ് ഉണ്ട് കേട്ടോ. 4 ഇഞ്ച് തൊട്ടല്ലേ സൈസസ് വരുന്നത്. ഇനി വരുന്നത് ഇത് ഹോൾസെയിൽ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ കിടക്കുന്നതാണ്, നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. ഒക്കെ വലിച്ചു വരി കിടക്കുന്ന സാധനങ്ങളൊക്കെ. ഇത് നേരത്തെ നമ്മൾ കണ്ടതിന്റെ തന്നെ സൈസസ് ഡിഫറെന്റ് ആയിട്ടുള്ളത് അല്ലേ? ചെറിയ എംബ്രോയിഡറി ഹാൻഡ് വർക്ക് ചെയ്യാൻ വർക്കുള്ളത്. ഓക്കെ. ഇത് ഫുൾ നൂലുകളാണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് കളേഴ്സ് വേണമെങ്കിലും മറ്റേ ഫൈബ്രിക്കിന്റെ നൂല് അതാണല്ലോ ഉദ്ദേശിക്കുന്നത്? മനസ്സിലായി. ഫൈബ്രിക്കിന്റെ ഇത് ഫൈബ്രിക് അല്ല, ഫൈബറിന്റെ ത്രെഡ് ആണ് കേട്ടോ ഈ കാണുന്നത് മൊത്തം. അതിന്റെ കളേഴ്സ് ആണ്. അത് ടങ്കീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ സീക്വൻസ് സെക്ഷൻ ആണ്. ഇത് ഫുൾ സീക്വൻസ് സെക്ഷൻ
3, 4, 5 mm all size അവൈലബിൾ ഉണ്ട്. കളർ ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അതേ കളർ വേണോ അങ്ങനെ നോക്കിയിട്ട് എടുക്കാൻ പറ്റും ഇതിനകത്ത്. ഇതിനിപ്പോ സൈസ് നമുക്ക് ലൂസായിട്ട് കിട്ടില്ലേ? ഇത് പകുതി കിട്ടും ഇതിന് പകുതി. അപ്പൊ 1 കിലോന്റെ ആണെങ്കിൽ അതിന് പകുതി വെച്ചിട്ട് നമുക്ക് പൊട്ടിച്ച് പകുതി കിട്ടും. ഇത് പൊട്ടിച്ച് കൊടുക്കാം, പ്രശ്നമില്ല. 100 ഗ്രാം ആയിട്ട് അങ്ങനെ എടുക്കുക. 100 ഗ്രാമും കിട്ടും. 100 ഗ്രാമും കിട്ടും, മിനിമം 100 ഗ്രാം. പക്ഷെ അത് മൊത്തത്തിൽ എടുക്കുമ്പോ അതിന്റെ കൂട്ടത്തിൽ, അല്ലാണ്ട് ഇതായിട്ട് മാത്രം അങ്ങനെ കിട്ടത്തില്ല. ഇത് മാത്രമായിട്ട് അങ്ങനെ വരാൻ പറ്റില്ല. നമ്മളിപ്പോ ബൾക്ക് ഒരു കടയിലേക്ക് വേണ്ടിയിട്ടായിട്ട് എടുക്കുമ്പോ അത് കൂട്ടത്തിൽ വേണമെങ്കിൽ ഇത്തിരിശ് തരാന്ന് മാത്രം കേട്ടോ. പിന്നെ ഇത് കൂടാണ്ട് ഇവിടെ കോഡിംഗ് വർക്കിന് ബിഗ് സൈസ് കോണ്, മീഡിയം സൈസ്, ചെറിയ സൈസ് സൈസസ് ആണ് വെച്ചിരിക്കുന്നത്. ഈ ബിഗ് സൈസ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. മെഷീൻ ലെവൽ വർക്കാണ് ഇത്. വലിയ വലിയ മെഷീൻ വർക്കൊക്കെ ചെയ്യുന്നുണ്ടാവില്ലേ, വലിയ വലിയ ഇതിലൊക്കെ നമ്മൾ സാധാരണ വീട്ടാവശ്യത്തിനല്ല വലിയ മെഷീൻസിനൊക്കെ യൂസ് ചെയ്യണത്. അതിന് ചെറിയ മെഷീൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അതിനനുസരിച്ചിട്ടുള്ള സൈസുകളാണ് ഇവിടെ മൊത്തം ഇരിക്കുന്നത് കേട്ടോ. അതിന് പല സൈസസും പല കളേഴ്സും ഇരിക്കുന്നുണ്ട്. ഇനി ഇത് കൂടാണ്ട് ഇവിടെ ജർദോഷി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വർക്കാണ് കേട്ടോ ജർദോഷി വർക്ക്. ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ചെയ്യാനായിട്ട്. ഇത് പല കളേഴ്സിൽ വരുന്നുണ്ട്, പക്ഷേ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയണം. ഇത് സ്പ്രിങ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വലിഞ്ഞു പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് സൂക്ഷിച്ച് കണ്ടൊക്കെ ചെയ്യാം. കൈകൊണ്ട് ചെയ്യുന്ന വർക്കാണിത് അല്ലേ? മെഷീനിലൊക്കെ ചെയ്യുമോ ഇത്? ഇത് ഹാൻഡ് വർക്ക് മാത്രം ചെയ്യണം ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. കൂടുതൽ നല്ല ഇഷ്ടപ്പെടും കല്യാണത്തിന് വർക്ക്, എൻഗേജ്മെന്റ് വർക്കാണ് ഇത് കൂടുതൽ പോണത്. ഈ ബ്രൈഡലിലൊക്കെ ഈ ബ്ലൗസിനൊക്കെ കൂടുതൽ ഇങ്ങനത്തെ വർക്കുകളാണ് കൂടുതൽ. അത് കുറച്ച് ഹെവിയാണ്, പക്ഷെ അതിനനുസരിച്ചിട്ട് നമുക്ക് ഡ്രസ്സിനൊക്കെ ഈ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ കൊണ്ട് നടക്കാനായിട്ട്. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാളും ഭംഗി വേറെ ഒരു സംഭവം ഇല്ല. അപ്പോൾ ഇനി ഇത് ഫുൾ നമ്മൾ ഹോൾസെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഇത് ഫ്ലവേഴ്സ് ആണല്ലോ. ഓ, എംബ്രോയിഡറി വർക്ക് ഉള്ളത് പാച്ചസ് ആണ്. ഇത് ഡൈയബിൾ ആണ്. ഇത് കളർ വേണം കളർ ചെയ്യാം. നോക്കി, ഇത് ഫുൾ ഇത് വർക്ക് വരുന്നതാണ് കേട്ടോ. മുത്തുകളുണ്ട് ഇതിൽ. അത് നമുക്ക് പാച്ച് വർക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ. അതിൽ പല പല വർക്കുകൾ വലുതും ചെറുതായിട്ട് പല വർക്ക്സ് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആവശ്യത്തിന് എന്താണെന്ന് പറയാൻ വെച്ചാൽ അത് ഫുള്ളായിട്ട് അങ്ങനെ കിട്ടും. ഇത് കൂടാണ്ട് നെക്ക് വരെ ഡയബിൾ ആയിട്ട് കിട്ടുന്നുണ്ട് കണ്ടോ. റെഡിമെയ്ഡ് നെക്കാണ്. ഇത് ഡയബിൾ അല്ലേ? റെഡിമെയ്ഡ് നെക്ക്. അത് ഈ ബൾക്കായിട്ട് തന്നെ എടുക്കണം. ഈ ഫുള്ള് ഒരു പീസായിട്ട് കിട്ടൂല. ഒരു പീസായിട്ട് കിട്ടും. അതുപോലെ ഇതും നമുക്ക് പല പല ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഇത് വർക്ക് ഇല്ലാത്ത ആൾക്കാർ ചോദിക്കാൻ നമുക്ക് വർക്കില്ലാത്ത കുറച്ച് മതി. ഇപ്പൊ നല്ലത് ഇത് വെക്കാൻ പറ്റും. ഇതിപ്പോ ഫുൾ സ്റ്റോണും അതുപോലെ തന്നെ ബീഡ് വർക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടിരിക്കാം. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള അങ്ങനത്തെ വർക്കിൽ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ അതിന്റെ വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ കുറച്ച് എടുത്തിട്ട് മാത്രമേ ഉള്ളൂ. ഇനി ഇത് കൂടാണ്ട് ഇനി ഇവിടെ എന്തൊക്കെയാ ഐറ്റംസ്? ഷുഗർ ബീഡ്സ്, പഞ്ചസാര മുത്തുകൾ. ഷുഗർ ബീഡ്സിന്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അതായത് ഷുഗർ ബീഡ്സ് ഒക്കെ നമുക്ക് കണ്ടിട്ടുണ്ടാവും. അതിന്റെ പാക്കറ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ എടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ഏതേ കളർ വേണോ വെറൈറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. ഇതിനകത്ത് ചെറിയ സൈസ്, വലിയ സൈസ്, ഓൾ സൈസ് അവൈലബിൾ ഉണ്ട് ഇതിനകത്ത്. ഇത് എത്ര ഇതിന്റെ പാക്കറ്റ് ആയിട്ടാണ് അങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടുള്ളൂ. ഇത് എത്ര ഗ്യാരണ്ടി? 450 ഗ്രാം ആണ്. 450 ഗ്രാമിന്റെ. ഓക്കെ. അപ്പോൾ അതിന്റെ കളേഴ്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കളേഴ്സ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അത് പാക്കറ്റ് അനുസരിച്ചിട്ടാണ് ഇരിക്കുക. അതുപോലെ തന്നെ കട്ട് ബീഡിന്റെ ട്യൂബിന്റെ ട്യൂബിന്റെ വർക്ക് ചെയ്യാനായിട്ടുള്ളതും ഉണ്ട് കേട്ടോ. പിന്നെ കട്ട് ബീഡ് ആണ്. ഇത് ലെങ്ത് ഉള്ളത്. സൈസിന് ഓരോ സൈസിന് ഓരോ ഇത് ഡിഫറെന്റ് കളർ ഉണ്ടാവും. ഇത് വലിയ സൈസ്, ഇത് ചെറിയ സൈസ്, മറ്റേ പഞ്ചാര മുത്ത. അതെ, കട്ട് ബീഡ്, ഷുഗർ ബീഡ്, ട്യൂബ് ബീഡ്. വെറൈറ്റി നമ്മുടെ എന്താ ആവശ്യം എന്ന് വെച്ചാൽ അതെല്ലാം അതുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ ഫുൾ പേളുകളാണ് കേട്ടോ കാണുന്നത്. ഇത് ശരിക്കും മാലകൾക്കൊക്കെ ഉപയോഗിക്കാം. പിന്നെ വർക്ക് കൂടെ ബ്ലൗസിന് വർക്ക് എങ്ങനെ ചെയ്യാനായിട്ട് മനസ്സിലാവും. ഇതിലും സൈസസ് ഉണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ സൈസസ് അനുസരിച്ചിട്ട് ഇത് ഫുൾ സൈസസ് ആണ് ഇരിക്കുന്നത് മൊത്തം. നമ്മുടെ സൈസ് അനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിലും ചൂസ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ് കേട്ടോ. ഇത് ഫുൾ അതിന്റെ ക്രിസ്റ്റൽ. ഇതൊക്കെ മാലയ്ക്ക് യൂസ് ചെയ്യാം. മാലയ്ക്ക് യൂസ് ചെയ്യാം. പിന്നെ എംബ്രോയിഡറി വർക്ക് ചെയ്യും. മാലയ്ക്കൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഇടയിൽ പിടിപ്പിക്കാനും മോഡൽ ഡിഫറെന്റ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ബ്ലാക്ക് വേണോ ഏത് വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഇങ്ങനെ
പിടിപ്പിക്കാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല ക്രിസ്റ്റൽ കാണുമ്പോൾ എന്ത് രസമല്ലേ. ഒരു മാലയായിട്ട് ഇത് ഇപ്പൊ തന്നെ പൊട്ടിച്ചിടാൻ തോന്നുന്നുണ്ട് ഇല്ലേ? എന്റെ ബ്ലാക്ക് അല്ലേ, മാച്ച് ആവില്ലേ? ആ ഇതില് ഇപ്പൊ ഇത് പിടിച്ചേ, ഇതാ ഒരെണ്ണം മാത്രമായിട്ട് ഇങ്ങനെ ഇട്ടാൽ നല്ല രസമായിരിക്കും കാണാനിട്ട്. പക്ഷെ ഇത് ഫുള്ള് ഇട്ടാലോ അതിന് ഇത് ഫുള്ള് ഇങ്ങനെ തന്നെ എടുക്കണം അല്ലേ? ലെയർ ആയിട്ട് കൊടുക്കും ഇതിനകത്ത്. 1 ലെയർ ആയിട്ട് അങ്ങനെ കൊടുക്കും. 2 ലെയർ 5 ലെയർ 10 ലെയർ എങ്ങനെ വേണം കിട്ടും. ഹോൾസെയിൽ ബ്രൈഡൽ വർക്കിന് എങ്ങനെ എത്ര യൂസ് ആവും എടുക്കാൻ പറ്റും. അപ്പൊ ഇത് നമുക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് അതിന് മേടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ മേടിച്ചു കഴിഞ്ഞാൽ കളർ മാറി കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രശ്നം വേറെ വരും. അതുകൊണ്ടാണ് പറയണത് നേരിട്ട് വരാം. ഫോട്ടോ അയച്ചു തന്നാൽ നമ്മൾ സെയിം മാച്ചിങ് ആക്കി അയച്ചേക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ അതിനുള്ള ക്രിസ്റ്റലിന്റെ ഈ സംഭവമൊക്കെ അതിന്റെ സൈസസ് ആണ് കേട്ടോ ഈ കാണുന്നത് മൊത്തം. അതുപോലെ കളർ ചേഞ്ചസും വരുന്നുണ്ട് കേട്ടോ. ഏത് കളർ നേരായിട്ട് വരാം. പിന്നെ നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഇത് സെയിം കളർ വേണോ ഇത് വേണോ പറയാൻ പറ്റും. അതെ. അത് കഴിഞ്ഞിട്ട് ഇത് ഫുള്ള് ഇതിന്റെ വർക്കുകളാണ് ഈ കാണുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ അതിലേക്ക് ക്യാൻവാസ് അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ക്യാൻവാസ് അതൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ മുത്തുകളാണ്. ഇനി ഇത് കൂടാണ്ട് ഇപ്പുറത്തെ സൈഡും ഇരിക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡും മുത്തുകൾ തന്നെയാണ് കാണുന്നത്. മൊത്തം ബൾക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഈ സൈഡ് മൊത്തം അതിൽ ഗോൾഡ്, സിൽവർ അങ്ങനെ പല 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 ഐറ്റംസ് ഇരിക്കുന്നുണ്ട് കേട്ടോ. നിറച്ച് മുത്തുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ നല്ല അടിപൊളി ഒരു കളർ ഇതാണ്. ഇത് മുത്താണ്. ഈ സംഭവങ്ങളാണ് അല്ലേ അവിടെ ഇരിക്കുന്നത്. വ്യത്യാസമായിട്ട് ഡിഫറെന്റ് സൈസ് ആണ്. കളർ വേണോ ഇത് കളർ വേണോ എല്ലാം അവൈലബിൾ ആണ്. കളേഴ്സും ഉണ്ട് അല്ലേ? പല പല കളേഴ്സിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഇത് കൂടാണ്ട് ഇവിടെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഇനിയും ഉണ്ട്. ഈ ഇരിക്കുന്നതൊക്കെ എന്താ സംഭവം? ഷോ ബട്ടൺസ് ആണ്. ഇത് ഷോ ബട്ടൺ, റെഡി ബട്ടൺ ആണ്. ഇത് ബൾക്കായിട്ട് ക്വാണ്ടിറ്റി ഒന്നും വേണ്ട. നമുക്ക് കുറച്ച് എടുക്കണമെങ്കിൽ ഇത് എങ്ങനെ ഷീറ്റ് ആയിട്ട് എങ്ങനെ എടുക്കാൻ പറ്റും. ഒറ്റ മോഡലിന് 10 കളർ ഉണ്ടാവും ഇതിനകത്ത്. അതില് ഷിമ്മറി ആയിട്ടുള്ളതുണ്ട്, നമുക്ക് മാറ്റ് ഫിനിഷിംഗിലുണ്ട്, ഗ്ലോസി ഉണ്ട്, അങ്ങനെ പല പല മോഡൽസ് ആയിട്ടാണ് ഷോ ബട്ടൺസ് ആണ് കേട്ടോ. അപ്പൊ അത് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇത് എടുത്താൽ മതി. അങ്ങനെ എടുക്കാൻ പറ്റും. വലിയ പാക്കറ്റ് എടുക്കാൻ ആവശ്യമില്ല. പിന്നെ കടക്കാരനെ റീറ്റെയിൽ വിൽക്കാൻ ഇത് നല്ലതാ. ഹോൾസെയിൽ ആയിട്ട് അങ്ങനെ ആൾക്കാർ ഒരു പാക്കറ്റ് മതി ഇത് എടുത്തോളും. ശരി. ഇനി നമുക്ക് വിൽക്കാനായിട്ടുള്ള ആവശ്യത്തിന് വേണമെങ്കിലും ഇവിടുന്ന് എടുക്കട്ടെ. കാരണം ഇത് ഹോൾസെയിലും കൂടിയാണ്. അപ്പൊ നമുക്ക് ഹോൾസെയിൽ റേറ്റിന് കിട്ടുമ്പോൾ നമുക്ക് റീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ സ്ഥലത്ത് നമുക്ക് വിൽക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. ഇതുപോലെ എന്താ പറയാ എംബ്രോയിഡറി റൗണ്ട് ഉള്ള സംഭവങ്ങൾ അങ്ങനെ എല്ലാ ഐറ്റംസ് ഉണ്ട്. കുറച്ചൊക്കെ നമ്മൾ കാണിച്ചിട്ടുള്ളൂ. ഇനിയും ഉണ്ടല്ലോ വെറൈറ്റി. ഫുൾ ഫ്ലോർ ആണ്. ഫുൾ ഫ്ലോർ 4 ഫ്ലോർ ഉണ്ട്. ഞങ്ങൾ ഇവിടെ നിന്നിട്ട് തന്നെ അത്യാവശ്യം നന്നായി വേർത്ത് ഇങ്ങോട്ട് വരുമോ കണ്ടോ. അത്യാവശ്യം നന്നായിട്ട് നല്ല ചൂടുണ്ട് നല്ല. കാരണം ഫാൻ ഇടാണ്ടാണ് നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്നത്. കാരണം ഫാൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശബ്ദത്തിന് പ്രശ്നം വരും. നിങ്ങൾക്ക് ശരിക്കും കേൾക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ നല്ല മോളിൽ ഇനി അവര് വന്ന് കണ്ടോട്ടെ. സ്റ്റോക്കൊക്കെ അവർ വേണമെങ്കിൽ വന്ന് കണ്ടോട്ടെ. അതുപോലെ മാത്രം ഡിസ്പ്ലേ ഇപ്പൊ ഈ 2 ഫ്ലോർ ഡിസ്പ്ലേ ആണ്. 2 ഫ്ലോർ ഫുൾ ഗോഡൌൺ ആണ്. നമുക്ക് ബൾക്കായിട്ട് എത്ര വേണമെങ്കിലും നമുക്ക് എടുത്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത് കേരളത്തിലെ എറണാകുളത്ത് നമുക്ക് മാർക്കറ്റ് റോഡ് ഉണ്ട്. മാർക്കറ്റ് റോഡിൽ നോവൽറ്റി എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി തൊട്ടപ്പുറത്താണ്. രാധാകൃഷ്ണൻ തൊട്ടപ്പുറത്താണ്. നോവൽറ്റി എന്ന് പറയുമ്പോൾ ഈ റോഡാണ്. രാധാകൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഈ ഒരു റോഡാണ്. രണ്ടിന്റെയും ആ ഒരു കോർണറിലായിട്ടാണ് ഈ ഒരു കൃഷ്ണ ലേസ് സെന്റർ എന്ന് പറയുന്നത്. ഇനി ഒന്നുകൂടിയും ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ബ്ലൂ ഡയമണ്ട് ഹോട്ടൽ എറണാകുളത്ത് മാർക്കറ്റ് റോഡിൽ കേട്ടോ. അപ്പൊ അതിന്റെ തൊട്ടടുത്തായിട്ടാണ് നമുക്ക് ഇത് വരുന്നത്. ഇത് 4 ഫ്ലോർ. ഇത് കൂടാണ്ട് നമുക്ക് മാനിക്യൂൺ ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ. മാനിക്യൂൺ അവിടേക്ക് നമുക്ക് പോയാലോ? അതും കൂടി കാണിച്ചു തരുന്നത് വെച്ചാൽ നമുക്ക് ഒരു ബുട്ടിക്ക് അല്ലെങ്കിൽ നമുക്കൊരു ടൈലറിങ്ങോ എന്തെങ്കിലും സംഭവമൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് അതിന്റെ ഒക്കെ ആവശ്യങ്ങൾ വരില്ല. അപ്പൊ ആ ഒരു മാനിക്യൂണിന്റെ എന്തൊക്കെയാ അവിടെ വെറൈറ്റി ഇരിക്കണം എന്നൊന്ന് കണ്ടിട്ട് വന്നാലോ? പോയാലോ? പോവാം. മാനിക്യൂണിന്റെ ഒരു ഷോപ്പിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും ഒരു ഷോപ്പ് തന്നെയാണ്. പേര് വ്യത്യാസമുണ്ട്. രണ്ടും ഒരാളുടെ തന്നെയാണ്. ഇത് വരുന്നത് കൈലാസ് ഹാങ്കർ മാർട്ട് എന്നാണ് ഷോപ്പിന്റെ പേര് വരുന്നത്. ഈ കാണുന്ന ഏരിയ മാത്രമല്ല കേട്ടോ. മോഡൽ നോക്കുകയാണെങ്കിൽ നിറച്ചും മാനിക്യൂൺ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ താഴത്തെന്ന് പറയുമ്പോൾ നമുക്ക് ബുട്ടിക്കിന് ആവശ്യമുള്ള സംബന്ധമായിട്ടുള്ള എല്ലാ ഐറ്റംസ് ഉണ്ട്. അപ്പൊ അതിന് മുന്നേ ഇവിടുത്തെ സ്റ്റാഫിനെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഹായ്. ഇവിടുത്തെ സ്റ്റാഫ് അല്ലേ? അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ എന്താ ഐറ്റംസ് ഈ താഴത്തെ പോർഷനില്? ഹാങ്കേഴ്സ് ആൻഡ് ചെറിയ അക്സസറീസ് എല്ലാം. ചെറിയ ചെറിയ ആക്സസറീസ് എന്ന് വെച്ചാൽ നമുക്ക് ബുട്ടിക്കിന് ആവശ്യമുള്ള എല്ലാ ഐറ്റംസ്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ദുപ്പട്ടാസ് ഒക്കെ നമ്മൾ ബുട്ടിക്കിലൊക്കെ ഹാങ് ചെയ്യില്ല, അങ്ങനത്തെ ഐറ്റംസ്. അത് പ്ലാസ്റ്റിക്കിന്റെ വരുന്നുണ്ട്, ഈ റോപ്പ് ടൈപ്പ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ ഇതൊക്കെ നമുക്ക് ഹാങ്കർ ഇങ്ങനെ കൊളുത്തിയിടാൻ പറ്റുന്ന. അതുപോലെ ഇത് ഗ്ലാസ്സിൽ നമുക്ക് ഒട്ടിക്കുന്ന ഹുക്സ് കേട്ടോ. അതിൻ്റെയും വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് എങ്ങനത്തെ ക്വാളിറ്റി അനുസരിച്ച് അതിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ വരുന്ന ഹാങ്കേഴ്സ്. ഇത് മൊത്തം ഹാങ്കേഴ്സ് ആണ് കേട്ടോ വരുന്നത്. ഹാങ്കേഴ്സിൽ നമുക്ക് കളർ ചൂസ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ സൈസസും അവൈലബിൾ ആണ് അല്ലേ. അത് കിഡ്സിൻ്റെ തൊട്ട് വലിയവർക്ക് വളരുന്നുണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് വൈറ്റ് ആണെങ്കിൽ
ബ്ലാക്ക് വരുന്നുണ്ട്, വുഡിന്റെ കളർ വരുന്നുണ്ട്, കിഡ്സിന്റെ സ്മോൾ സൈസ് വരുന്നുണ്ട്. അപ്പൊ ഇത് എത്ര പീസ് ഉണ്ടാവും? 10 pieces per packet. 10 pieces ആണ് കേട്ടോ. അപ്പോൾ ഈ 10 പീസ് അങ്ങനെ തന്നെ എടുക്കണം എന്ന് നിർബന്ധം ഉണ്ട്, കാരണം ഇത് ഹോൾസെയിലാണ്. പിന്നെ നമുക്കിത് ഒരൊറ്റ സിംഗിൾ ആയിട്ട് അങ്ങനെ എടുത്ത് പോവാം അല്ലേ, ഒരു പാക്കറ്റ് ആയിട്ട്. അപ്പോൾ ഇത് ബ്ലാക്കിലാണ്. ബ്ലാക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ പിടി പ്ലാസ്റ്റിക് ആണെങ്കിൽ ഇതിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റീൽ ടൈപ്പ് അങ്ങനെ ക്വാളിറ്റിക്കും മാറ്റം വരുന്നുണ്ടല്ലേ. അങ്ങനെ ബ്ലാക്കിലും വരുന്നുണ്ട്, സിൽവറിൽ വരുന്നുണ്ട്, വൈറ്റിൽ വരുന്നുണ്ട്, പല പല കളേഴ്സിലും അവൈലബിൾ ആണ്. ഇത് ചെറുത് നമുക്ക് കുട്ടികൾക്ക് പറ്റിയിട്ടുള്ളത്, അതിൽ സ്റ്റീലിൻ്റെ നമുക്ക് പിടുത്തായിട്ട് വരുന്ന ആ ഒരു മോഡലായിട്ട് വരുന്നത്. അത് വൈറ്റിൽ തന്നെ നല്ല ടൈപ്പ് വൈറ്റ് ഉണ്ട്, ഗ്രേ ഉണ്ട്, കളേഴ്സ്. ഇതൊക്കെ പ്ലാസ്റ്റിക് മോളിൽ നോക്കിയാൽ ഇതൊക്കെ ചെറുതല്ലേ, ഗ്ലാസ് ടൈപ്പ്. ഈ ഫുൾ മോളിൽ കാണുന്നത് ഫുൾ ഗ്ലാസ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കളർ ടൈപ്പ് ആയിട്ട് വരുന്ന ഹാങ്കേഴ്സ് ആണ് കേട്ടോ. ഈ മൊത്തം കാണുന്നത് മൊത്തം ഈ ഫുൾ കാണുന്നത് എത്ര അവിടെ വരെ ഫുൾ ഉണ്ട് കേട്ടോ. ഒക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് ടൈപ്പ് ആയിട്ടുള്ള ഹാങ്കേഴ്സ് ആണ്. ഇങ്ങനത്തെ ഹാങ്കേഴ്സും ഉണ്ട് അല്ലേ. ഇത് ഫുൾ ഹാങ്കേഴ്സ് ആണ് കേട്ടോ വരുന്നത്. ഇതും നമുക്ക് ഇങ്ങനെ ഒരു ക്ലിപ്പ് ടൈപ്പ് ആയിട്ടുള്ള ഹാങ്കേഴ്സ് ആണ് വരുന്നത്. ഇത് കൂടാണ്ട് കളേഴ്സിൽ നമുക്ക് ആ ഒരു ബ്രൗൺ കളറിൽ ഇങ്ങനെ ഈ ഗ്രിപ്പുള്ള സംഭവങ്ങൾ വേണമെന്ന് പറയില്ലേ, സൈഡിൽ ഇങ്ങനെ നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ ചിലപ്പോൾ ഒഴുകി വീഴും. അപ്പോൾ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഗ്രിപ്പ് ടൈപ്പ് ആയിട്ടുള്ള ഹാങ്കേഴ്സും അവൈലബിൾ ആണ്. പിന്നെ നല്ല ടൈപ്പ് മരത്തിൻ്റെ ക്വാളിറ്റി ആയിട്ടുള്ള ഹാങ്കേഴ്സും വരുന്നുണ്ട് കേട്ടോ. അതിൽ ഏത് മോഡൽ ഏത് ക്വാളിറ്റി അനുസരിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഹാങ്കേഴ്സിൽ. ഇത് ബുട്ടിക്കിന് ആവശ്യമുള്ള നമുക്ക് വോളിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഹാങ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലേ, അതിന് പറ്റിയിട്ടുള്ള എല്ലാ ഐറ്റം. അപ്പോൾ ഇത് ബൾക്കായിട്ട് എത്ര എടുക്കണം, എത്ര പീസ് എടുക്കണം, എത്ര പീസ് വേണമെങ്കിലും എടുക്കാം, ഹോൾസെയിലായിട്ട് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ കസ്റ്റമേഴ്സും ഇവിടെ ഉണ്ട്. ഇത് കൂടാണ്ട് ഇങ്ങനത്തെ മോഡൽ, ഇത് പിടിച്ച് ഈ മോഡൽ കാണിച്ചത് കൂടാണ്ട് ഇങ്ങനത്തെ ഒരു മോഡലും വരുന്നുണ്ട് കേട്ടോ. 2 ടൈപ്പ് ആയിട്ടുള്ള മോഡലും വരുന്നുണ്ട്. ഇതൊരു കനം കുറഞ്ഞതും കനം കൂടിയ ടൈപ്പ് ആയിട്ടുള്ള മോഡലും വരുന്നുണ്ട്. പിന്നെ പ്രൈസ് സ്റ്റിക്കേഴ്സ്, ബുട്ടിക്കിന് ആവശ്യമുള്ള പ്രൈസ് സ്റ്റിക്കർ ഒട്ടിക്കാനായിട്ട്, നമുക്ക് ഡ്രസ്സിലൊക്കെ പ്രൈസ് ഒട്ടിക്കാനായിട്ട് അതിൻ്റെ ഇത് ഫുള്ളായിട്ടുള്ളത് കേട്ടോ. ഇത് ഫുൾ അതിൻ്റെ ഇത്രയും ബൾക്ക് അതിൻ്റെ അല്ലേ വരുന്നത്. ഇതെന്താ സംഭവം? ഹാങ്കർ സ്റ്റീൽ. നമുക്ക് ഇങ്ങനെയാണ് മേടിക്കേണ്ടത് കേട്ടോ. ഇതാ ഇത് സ്റ്റീലിന്റെ, നേരത്തെ കണ്ടത് മരത്തിന്റെ ആയിരുന്നു കേട്ടോ. ഇത് വരുമ്പോ സ്റ്റീലിന്റെ ഇങ്ങനെ റെഡ് കളർ. അപ്പൊ ഈ ഫുൾ ബോക്സ് അങ്ങനെ തന്നെ. ഇത് എത്ര പീസ് ഉണ്ടാവും? 12 പീസിന്റെ ഒരു സെറ്റ് ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പൊ റേറ്റ് ഒക്കെ എത്ര വരും ഏകദേശം? 380 rupees per dozen. ഫുൾ 12 പീസിന്റെ ഒരു സെറ്റിന് കേട്ടോ 380 കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു ഇത് ഇവിടെ വെക്കുന്നുണ്ട്. സെലക്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ഉണ്ടെന്ന്. ഇതൊക്കെ എടുത്ത നല്ല നല്ല വെറൈറ്റീസ് ഉണ്ടല്ലോ. നമുക്ക് നേരത്തെ കണ്ടത് റെഡ് കളർ ആണെങ്കിൽ സ്റ്റീലിന്റെ ആയിരുന്നു അത്. ഇത് വരുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ ക്ലിപ്പ് വരുന്നത്. അങ്ങനെ നമ്മുടെ ആവശ്യം എന്താ വെച്ചാൽ അതിനനുസരിച്ചിട്ട്. ഇതെന്താ? പ്രൈസ് ലേബലിംഗ് മെഷീൻ. ഓ, വില ഒട്ടിക്കാൻ, ഡ്രസ്സിന്റെ വില ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇത് സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ അമർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ എടുത്ത് ഒട്ടിക്കണ്ട. ഇങ്ങനെ പ്രൈസ് ഇങ്ങനെ ഒട്ടിച്ച് ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി നമ്മുടെ എത്ര പ്രൈസ് എന്നുള്ളത്. അതിനുള്ള മെഷീൻ കൂടിയും ഇവിടെ അവൈലബിൾ എന്ന് വെച്ചാൽ ബുട്ടിക്കിന് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് അല്ലേ. ഓക്കെ, ഇനി ഇത് കൂടാണ്ട് ഇത് ബുട്ടിക്ക് യൂസിനായിട്ടുള്ളത്. ഇതിന്റെ പല സൈസസും ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് മുകളിൽ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ആക്സസറീസ് മാത്രമാണ് ഈ താഴത്തെ ഫ്ലോറിൽ ഇരിക്കുന്നത് കേട്ടോ. ഇതിന്റെ തന്നെ കിഡ്സിന്റെ ഒക്കെ ഉണ്ട്. ഇത് കിഡ്സിന്റെ അല്ലേ? എല്ലാം മേലെ ഉണ്ട്. ഇതൊന്നും എടുക്കണ്ട, മേലെ പോയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാമെന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. ഇതും കൂടി കാണിക്കണം. ഇത് നമുക്ക് ബുട്ടിക് ആവശ്യത്തിന് തന്നെ നമുക്ക് സാധാരണ ഷോപ്പുകൾക്കൊക്കെ പുറത്ത് ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റംസ് ആണ്. അതിന്റെ പ്ലാസ്റ്റിക്കും വരുന്നുണ്ട്, സ്റ്റീലിന്റെയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി. അങ്ങനെ എല്ലാ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ബുട്ടിക്കായിട്ടുള്ള എല്ലാ കളക്ഷൻസ്. ഇത് ഷൂ ഹാങ്ങിങ്, ചെരുപ്പ് ഹാങ് ചെയ്യാനുള്ള സാധനമൊക്കെ ഉണ്ട് അവിടെ. ഷൂ ഹാങ് ചെയ്യാനുള്ള. അപ്പം എല്ലാം നമുക്ക് എന്താ പറയുക, പുറത്തേക്ക് ചെറിയ ചെറിയ ആക്സസറീസ് ഒക്കെ പറയില്ലേ, അതിനാവശ്യമുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ഇത് കൂടാണ്ട്
ക്ലിപ്സ് ഡ്രസ്സൊക്കെ സാരീസൊക്കെ അതിനായിട്ടുള്ള ക്ലിപ്സ് ഉണ്ട് കേട്ടോ. ഈ സാരീസൊക്കെ ക്ലിപ്പ് ഹാങ് ചെയ്യാനായിട്ട് അല്ലേ. അപ്പോൾ ഇത് ഫുൾ ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ട് വിളിക്കുന്നത്. ഇതൊക്കെ ഫുൾ ആക്സസറീസ് ആണ്. ഇനി ഇത് കൂടാണ്ട് നമുക്ക് മെയിൻ ആയിട്ട് കാണാൻ വന്നിട്ടുള്ളത് മാനിക്യൂനാണ്. മാനിക്യൂൻ്റെ ഇത് സിമ്പിൾ ആയിട്ടുള്ള സാധാ ടൈപ്പ് ആയിട്ടുള്ളത് അല്ലേ, നോർമൽ ഹാങ്ങിങ് ആയിട്ടുള്ളതാണ് ഇത് ഫുൾ കാണുന്നത്. അത് ചെറിയ സൈസ് തൊട്ട് വലിയ സൈസ് വരെ വരുന്നുണ്ട്. ഇനി ഇത് ബ്ലൗസിൻ്റെ വേണമെങ്കിൽ ബ്ലൗസിൻ്റെ ഉണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കുറച്ചുകൂടി ഹൈ ക്വാളിറ്റി ആയിട്ടുള്ളത് മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ മുകളിലേക്ക് പോയാലോ, മുകളിൽ ഫസ്റ്റ് ഫ്ലോറിൽ എന്തായി കാണുന്നത് മൊത്തം മാനിക്യൂൺ. അതിന് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ആക്സസറീസും ഉണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ തിരിഞ്ഞൊന്ന് നോക്കി എന്തോ രസം കാണാനായിട്ട്. കുഞ്ഞു കുട്ടിക്കുള്ള വരെ ഇവിടെ മാനിക്യൂൺ എന്ന് പറയാൻ വേണമെങ്കിൽ അത്രയും അധികം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇത് ഫുൾ മാനിക്യൂനാണ്. അപ്പോൾ ഏത് മോഡൽ, ഏത് ഡിസൈൻസ്, ഏത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസ് കൂടിയാണ്. നമുക്ക് എവിടെ നിന്നാണ് പിടിക്കേണ്ടതെന്ന് ഒരു കൺഫ്യൂഷൻ. അത്രയും അധികം കളക്ഷൻസ് ഉണ്ട്. നമുക്ക് ഈ ഒരു അറ്റത്തുനിന്ന് പിടിക്കാം കേട്ടോ. കാരണം ഇവിടെയും കുറേ ബുട്ടിക് കളക്ഷൻസ് ആയിട്ടുള്ള മാനിക്യൂനാണ് ഈ ഇരിക്കുന്നത് മൊത്തം. അതിൽ ഇത് സ്കിൻ കളർ വേണോ, ബ്ലാക്ക് വേണോ, ഇതൊക്കെ ഏകദേശം എങ്ങനെ സൈസസ് ആണ് വരുന്നത്. ഈ 8 to 10 ഒക്കെ എഴുതിയിരിക്കുന്നത്. 8 to 10 12. അതെ, ഇവിടെ സൈസസ് എഴുതിയിട്ടുണ്ട് കേട്ടോ. 8, 10. അതെങ്ങനെയാ ഡ്രസ്സിന്റെ സൈസ് അനുസരിച്ചിട്ടാണോ? അത് മെഷർമെന്റ് സൈസ് ആണ്. അത് ബൊട്ടിക്ക് ബ്രസ്റ്റിന്റെ സൈസസ് ഒക്കെ അളന്നിട്ട് നമുക്ക് ഒരു ബൊട്ടിക്ക് നമുക്ക് ഡ്രസ്സൊക്കെ തയ്ക്കണമെങ്കിൽ ഇതിൽ വെച്ചിട്ട് നമുക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസിന് വേണ്ടിയിട്ടാണ് ഈ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒക്കെ എത്ര റേറ്റ് വരും? 3,000 only. 3,000 only for this manicure? അപ്പോൾ കൊണ്ടുപോകാനോ? ഇത്രയ്ക്ക് സിമ്പിൾ, ഇത്രയ്ക്ക് റേറ്റ് ഉള്ളൂ. ഞാൻ നല്ല റേറ്റ് ഒക്കെ പ്രതീക്ഷിച്ചിട്ട് 7,000 8,000 ഒക്കെ ഞാൻ പറയുമോ എന്നിങ്ങനെ വിചാരിച്ചു. പക്ഷേ ഇത് ഹോൾസെയിലാണ്, ഹോൾസെയിൽ റേറ്റിനാണ് നമുക്ക് ഇത് കിട്ടുന്നത്. അതുപോലെ തന്നെ മെൻസിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ഐറ്റംസ് വരെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ നിലത്ത് കണ്ടിട്ടുള്ള ആ ഒരു ആക്സസറീസ് ആണ് ഈ മൊത്തം ഇരിക്കുന്നത് കേട്ടോ ഫുൾ. അതിൽ ഹാങ്കേഴ്സിൻ്റെ തന്നെ വെറൈറ്റികൾ ഇതാ. ഈ നിലത്ത് കണ്ടത് നമ്മൾ ഡിസ്പ്ലേ ഇങ്ങോട്ട് നീങ്ങിക്കോ അതാ. ഇത് ഫുൾ ഹാങ്കേഴ്സിൻ്റെ ഇങ്ങനെ ഡിസ്പ്ലേ വെച്ചിട്ടുള്ളതാണ്. നിലത്ത് കണ്ട സെയിം തന്നെയാണ്. അത് ഓരോന്നോരോന്ന് ഇങ്ങനെ ഡിസ്പ്ലേ അതിൻ്റെ ബൾക്കായിട്ടാണ് നമ്മൾ താഴത്ത് കണ്ടിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് നമ്മൾ മുകളിൽ വേണ്ടത് കണ്ടു എന്ന് പറഞ്ഞില്ലേ, അതൊന്നും നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ഷോളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ്. ഹാങ്കേഴ്സിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അല്ലേ. പിന്നെ ബുട്ടിക്കിൽ നമുക്ക് സ്കിൻ കളർ ഉണ്ട്, വൈറ്റ് കളർ ഉണ്ട്, ബ്ലാക്ക് കളർ ഉണ്ട് അല്ലേ. പിന്നെ പ്രിന്റിലും ഉണ്ട്. ഇത് പ്രിന്റിലും ഉണ്ട്. പ്രിന്റിൽ ഇതിൽ സൈസസ് എങ്ങനെയാണ് വരാം? അപ്പോൾ സൈസസ് ഇല്ല, ഇത് ഫ്രീ സൈസ് ആണ്. ഇത് ഫ്രീ സൈസസ് ആണ് വരുന്നത്. അപ്പം ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ഫ്രീ സൈസസ് ആണ് വരുന്നത്. ഇത് കൂടാണ്ട് പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് ബുട്ടിക്കിന് ആവശ്യമുള്ള കുറേ ഐറ്റംസ്. കസ്റ്റമേഴ്സ് ഉണ്ട്. കസ്റ്റമറിനൊന്ന് വാതിൽ തുറന്നു കൊടുത്തോട്ടെ, വരൂ. ഇവിടുത്തെ ആളുടെ ഇതാണ്. ഒന്ന് ബ്രേക്ക്, ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട് കേട്ടോ. കസ്റ്റമേഴ്സ് പോയി കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെയാണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കടയിലേക്ക് ആവശ്യമുള്ളത് ഈ നോ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഫിക്സഡ് റേറ്റ് ഇതൊക്കെ പറഞ്ഞിട്ട് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഈ വാതിലിൻ്റെ അവിടെ നമ്മൾ വെക്കാനുള്ള പുഷ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതാ. പുഷ്, പിന്നെ നോ ബാർഗെയിനിങ്, അതുപോലെ ടോയ്ലറ്റ്സ്, അങ്ങനത്തെ ഒക്കെ ബോർഡ്സ് ആണ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ലീവ് യുവർ ഫുട്വെയർ ഔട്ട്സൈഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ടോയ്ലറ്റ് അങ്ങനത്തെ സംഭവം. പിന്നെ ഹാങ്കേഴ്സ് നമ്മൾ കുറേ വെറൈറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ. 1 2 അല്ല, ഇതൊക്കെ ഇതിൻ്റെ വെറൈറ്റീസാണ് കാണുന്നത്. പിന്നെ ഇത് കൂടാണ്ട് ഇതൊക്കെ ക്ലിപ്സാ. ഇത് 1 പീസ് അല്ലെങ്കിൽ കുറേ ഒരുമിച്ചുള്ളതാണ് അല്ലേ. ഓക്കെ. ക്ലിപ്സുകൾ. പിന്നത്തെ വെറൈറ്റി എന്ന് പറയാനായിട്ട് നമ്മൾക്ക് കടയിലേക്ക് കാൽക്കുലേറ്റേഴ്സ് ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ വലുതും ചെറുതായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ചെറിയ ആക്സസറീസ് തൊട്ട് എല്ലായിട്ട് പുഷ്, ക്ലോസ് അങ്ങനത്തെ സംഭവമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. ഇതൊക്കെ യുവർ അണ്ടർ CCTV ക്യാമറ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ക്ലോസ്ഡ്, ക്രെഡിറ്റ്, നോ ക്രെഡിറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള, നോ എക്സ്ചേഞ്ച്, ലേഡീസ് ഓൺലി, അങ്ങനത്തെ ഒക്കെ കുറേ വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. നമ്മുടെ കടകൾക്ക് ആവശ്യമുള്ള സംഭവമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. നേരത്തെ നമ്മൾ താഴത്തെ കണ്ട ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കിഡ്സിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ വലിയവർക്കുള്ളതുണ്ട്. പിന്നെ നമുക്ക് ഇതെന്താ സംഭവം? പ്രൈസ് ലേബൽ. അത് വലിയ സൈസ് തൊട്ട് ചെറിയ സൈസുള്ള എല്ലാ ഐറ്റംസ് ഉണ്ട്. അതിന് കടയിലേക്ക് ആവശ്യമുള്ള സ്റ്റൂൾസ്, അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് ഹാങ്കേഴ്സ് അല്ലേ. നമ്മൾ ഇങ്ങനെ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഈ ഗ്രിൽസിൻ്റെ സംഭവം.
ഗ്രിൽസും കൂടി ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ഗ്രിൽസിൽ നമുക്കിങ്ങനെ ഹാങ് ചെയ്തിട്ട് നമ്മുടെ ആക്സസറീസ് ഇപ്പോൾ കമ്മലൊക്കെ ആണെങ്കിൽ കമ്മലൊക്കെ വെക്കാനായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഹെയർ ആക്സസറീസോ ഇങ്ങനത്തെ സംഭവം അങ്ങനെയൊക്കെ നമുക്ക് ഷോപ്പിലേക്ക് ആവശ്യമുള്ള വലിയ സൈസ് തൊട്ട് ചെറിയ സൈസ് വരെ ഇതൊക്കെ ഫുൾ ഗ്രിൽസ് ആണ് ഇരിക്കണത് മൊത്തം. അതിൽ വൈറ്റ് കൊണ്ട് ബ്ലാക്ക് കൊണ്ട് ഇഷ്ടമുള്ള കളേഴ്സ് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഏത് കൊട്ടയിൽ നിന്ന് എടുത്താവോ ഓർമ്മയില്ല. അതുപോലെ എല്ലാ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇപ്പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിൽ കാണാൻ പറ്റും. നമുക്ക് കടയിലേക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ ആക്സസറീസ് ആണ് ഈ മൊത്തം കാണുന്ന ഐറ്റംസ്. ഇതൊക്കെ നമുക്ക് ആ ഗ്ലാസ്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഹുക്സ് ആണ് കേട്ടോ. ഇനി മെയിൻ സംഭവം എന്ന് പറയുന്നത് ഇത് ഷൂ അല്ല, ക്ലോത്ത് റാക്കാണ് ഈ കാണുന്നത്. 30 കിലോ വരെ ഇതിൽ കയറും അല്ലേ? എത്ര കിലോൻ്റെ ആണത്? 30 kg. 30 ഇതാ 30 കിലോ വരെയുള്ള ക്ലോത്ത്സ്. അതുപോലെ ചെറിയ ക്ലോത്തിന്റെ സൈസ് വേണമെങ്കിൽ അങ്ങനെയുണ്ട് കേട്ടോ, വലിയതുണ്ട്. അതിന് ഹാങ്കേഴ്സ് ഇങ്ങനെയാണ് ശരിക്കും ലുക്ക് വരാം അല്ലേ? ശരിക്കും ഒരു ബുട്ടിക്കിലൊക്കെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ വീട്ടിലേക്കും ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പൊ സിംഗിൾ പീസ് ആയിട്ട് കിട്ടും, പക്ഷെ അത് ഹോൾസെയിൽ റേറ്റ് അങ്ങനെയല്ലേ കടകൾക്ക് കേട്ടോ. പിന്നെ ജ്വല്ലറിയും കിട്ടുന്നുണ്ടാ. ജ്വല്ലേഴ്സിന്റെ നമുക്ക് ഈ കമ്മല്, വളമാല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുന്നത്. അത് കൂടാണ്ട് ഇവിടെ ഞാൻ ചെറിയൊരു സംഭവം കണ്ടു കേട്ടോ. ഇത് കുറെ അവിടെ ഉണ്ടെന്ന്. ഇതൊക്കെ നമുക്ക് ഇയറിങ്സ് ഒക്കെ വെക്കാനായിട്ട് പറ്റിയിട്ടുള്ള അങ്ങനത്തെ നമ്മുടെ കടകൾക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ. ഇതിൻ്റെയൊക്കെ കുറേ വെറൈറ്റീസ് അവിടെ ഉണ്ട്. പക്ഷെ ഇതിന് മുന്നേ നമ്മൾ കാണിക്കാൻ വന്നത് മാനിക്യൂറിന്റെ. ഇതൊക്കെ എങ്ങനെയാ സൈസസ് ആണോ വരുന്നത്? മീഡിയം സൈസ് എല്ലാം മീഡിയം സൈസ്. അത് ചെറുത് തൊട്ട് വലുത് വരെ എല്ലാ സൈസസും നല്ല രസമുണ്ടല്ലേ. അതിന് നമുക്ക് ഇപ്പൊ ഇങ്ങനത്തെ വേണമെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ജീൻസ് മാത്രമായിട്ട് നമുക്ക് ഡിസ്പ്ലേയിൽ ഇടണമെങ്കിൽ അതിന്റെ ആവശ്യത്തിനായിട്ട് അങ്ങനെ ഇത് ഫ്രോക്കുകളൊക്കെ യൂസ് ചെയ്യാനായിട്ട് അങ്ങനത്തെ നമുക്ക് മാനിക്യൂർ വേണമെങ്കിൽ അങ്ങനത്തെ ഉണ്ട്. അതുപോലെ തന്നെ മെറ്റർണിറ്റി വെയറിനായിട്ടുള്ള ഇരിക്കട അവിടെ ചാടണു ഡാൻസ് കളിക്കുക. അപ്പോൾ മെറ്റർണിറ്റി വെയറിനായിട്ടുള്ള അങ്ങനത്തെ മാനിക്യൂർ വരെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതിൽ ഫ്രീ സൈസ് ഉള്ളതുണ്ട്, സൈസസ് അവൈലബിൾ ഉണ്ട്, ബിഗ് സൈസസ് ഉണ്ട്. ഇതൊക്കെ ലേഡീസിനും ജെൻസിനും കിഡ്സിനും എല്ലാ ഐറ്റംസ് വരുന്നുണ്ടല്ലേ. മെൻസിനായിട്ടുള്ളതുണ്ട്. അതുപോലെ തന്നെ ഇതൊരു നോർമൽ ഒരു ടീനേജുകാർക്കുള്ളത്. ഇത് ചെറിയ സൈസ് കുട്ടി മാനിക്യൂർ തൊട്ട് കണ്ടോ. ഇതൊക്കെ ചെറിയ കുട്ടികൾക്കുള്ള മാനിക്യൂർ തൊട്ട് അതിൻ്റെ സൈസസ് ആണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടോ. ഏത് സൈസസ് വേണമെങ്കിൽ. അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഏകദേശം എത്ര റേറ്റ് വരും? റേറ്റ് 1500 സ്റ്റാർട്ടിങ്. ഓൺലി 1500. ഒരു സിനിമ കണ്ടുപോയി വരുമ്പോഴേക്ക് ഈ 1000 രൂപ കഴിഞ്ഞു. അതിനേക്കാളും അതായത് നമ്മളൊരു ബൂട്ടിക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് അവിടെ കിടക്കും കേട്ടോ. അതുപോലെ തന്നെ ബ്ലൗസിനുള്ള മാനിക്യൂർ വരെ ഇവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ ഇപ്പുറത്തുണ്ട് അല്ലേ, ആ ബാക്ക് സൈഡിലേക്ക് നോക്കിയാൽ ഇത് ബ്ലൗസസിന് പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് ബ്ലൗസസിന് അതിൻ്റെ സൈസസ് ആണ്. ഇത് 8, 12 അങ്ങനെയാണ് ഇതിൻ്റെ സൈസസ് വരുന്നത്. അങ്ങനെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ചെറിയ കുട്ടികൾക്ക് അങ്ങനെ ഇഷ്ടം പോലെ എത്ര വേണമെങ്കിലും പീസസ് നമുക്ക് എടുക്കാൻ പറ്റും. ഒരു പീസായാലും കൊടുക്കൂലേ? ഒരു പീസായാലും കൊടുക്കും. കടക്കാർക്ക് എത്ര വേണമെങ്കിലും ബൾക്കായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന അത്രയധികം കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ തക്കാളി നല്ല എന്താ പറയുക കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ. കാരണം ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്, വെറൈറ്റികളും ഉണ്ട് കേട്ടോ. നമുക്ക് മാനിക്യൂറിലെ കളേഴ്സ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, സ്കിൻ കളർ ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റ് ഷെയ്ഡിലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 3 കളേഴ്സ് വരുന്നുണ്ട്. അതിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസും വരുന്നുണ്ട്. ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് കുറേ എന്താ പറയുക ജ്വല്ലറീസിനോ ബാംഗിൾസിനോ അങ്ങനത്തെ സംബന്ധിച്ചിട്ടുള്ള ഇയറിങ്സിന് പറ്റിയിട്ടുള്ളതാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് ഇയറിങ്സിന് നമുക്ക് യൂസ് ചെയ്യാം. അതിൽ തന്നെ വെറൈറ്റികൾ വരുന്നുണ്ട്. ഇതൊക്കെ ഇയറിങ്സിൽ. ഇത് വുഡിൻ്റെ ആണെങ്കിൽ നേരത്തെ കണ്ടത് നമ്മൾ പ്ലാസ്റ്റിക് ആണ്. ഇനി കുറച്ചുകൂടിയും നല്ല സ്റ്റീൽ മോഡൽ വേണമെന്ന് വെച്ചാൽ ഞാൻ അപ്പുറത്തേക്ക് കിടക്കട്ടെ. സ്റ്റീൽ മോഡൽ നല്ല ഒരു ഗോൾഡ് ഷെയ്ഡിൽ വേണമെന്ന് വെച്ചാൽ ഇതും ഇയറിങ്സിൻ്റെ നമുക്ക് നമ്മുടെ കടയിലേക്ക് നല്ല ഭംഗിയിലൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒക്കെ എല്ലാ വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. ഇനി ഇയറിങ്സ് വെക്കാനുള്ള നല്ല വെറൈറ്റികളുണ്ട് കേട്ടോ. ഇത് സ്റ്റീലാണെങ്കിൽ ഇത് പ്ലാസ്റ്റിക് അങ്ങനെ. അപ്പോൾ അതിൻ്റെയും ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഇനി ഇത് നെക്ലസ് ഇതൊക്കെ വെക്കാനായിട്ടാവും അല്ലേ? मांगटिका അങ്ങനത്തെ സംഭവം വെക്കാനാ? वो पर्दा वगैरह डिस्प्ले करता है ना. ഓ हाँ पर्दा അങ്ങനത്തെ സംഭവം എന്ന് വെച്ചാൽ पर्दा വെക്കാൻ അല്ലെങ്കിൽ പിന്നെ മുടിയുടെ ഇത് വെക്കാനായിട്ട് ഹെയറിൻ്റെ ഇതൊക്കെ വരയ്ക്കുമ്പോൾ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഡിസ്പ്ലേ കാണിക്കണമല്ലോ, അതിനൊക്കെ പറ്റിയിട്ടുള്ള വേണ്ടിയിട്ടുള്ള ഹെഡുകളാണ് ഈ കാണുന്നത്. അത് കൂടാണ്ട് നമുക്ക് ബാംഗിൾസിൻ്റെയും
ഡിസ്പ്ലേക്ക് വെക്കാനുള്ള വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ചെറുത് വലുത് ഇപ്പോൾ ഇത് 2 എണ്ണത്തിൻ്റെ ആണെങ്കിൽ 3 എണ്ണത്തിൻ്റെ ഉണ്ട്, 4 എണ്ണത്തിൻ്റെ ഉണ്ട്, അങ്ങനെ പല പല വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസ്, കടകൾക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും കിട്ടും. ഇനി ഇത് കൂടാണ്ട് നമുക്ക് നെക്ലേസിൻ്റെ ഡിസ്പ്ലേക്ക് വരെയുള്ള ചെറിയ ചെറിയ മാല തൊട്ട് വലിയ മാല വരെ വെക്കാനുള്ള നെക്ലേസിൻ്റെ കുറേ നെക്കാണ് കേട്ടോ ഈ കാണുന്നത്. അതിൽ വലുതും ചെറുതും എല്ലാതും ഉണ്ട്. അതൊരു പീസായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കിട്ടും. ഇത് നമ്മൾ താഴത്ത് കണ്ടതല്ലേ? ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക? അത് ഒരു പൂലല്ല, അതേമാതിരി ടൈറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് ലോക്കിംഗ് സിസ്റ്റം ഉണ്ട് കേട്ടോ. ഇത് അവിടെ അങ്ങോട്ട് കിടന്നോളും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു സ്ഥലത്തേക്ക് പോവില്ല. സ്റ്റീലിൻ്റെ ആണ്. ഇതൊക്കെ നമുക്ക് പുറത്തൊക്കെ ഡിസ്പ്ലേക്ക് വയ്ക്കാം. പുറത്തൊക്കെ ആകുമ്പോൾ കാറ്റാകുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയൂല. അപ്പം ഇത് ഒരു പൂലല്ലേ, ഇത് പൊട്ടി പൂലല്ലേ, പൊട്ടി. ഇത് പിന്നെ ആരും പെട്ടെന്ന് ഇപ്പം പുറത്തുനിന്നൊക്കെ റോട്ടിൽ നിന്ന് ആരും എടുത്ത് കൊണ്ടുപോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലോക്കിംഗ് സിസ്റ്റം വെച്ചേക്കുന്നത്. നമ്മുടെ വീട്ടിലേക്കൊക്കെ ആകുമ്പോൾ അത് ആവശ്യമില്ല, പക്ഷെ പുറത്തേക്കൊക്കെ ആകുമ്പോൾ ഇത് വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഈ ഒരു ലോക്കിംഗ് സിസ്റ്റം ആയിട്ടുള്ള അവിടെ കിടന്നോട്ടെ. അപ്പോൾ ഇതൊക്കെ ഫുൾ മാനിക്യൂറിൻ്റെ ആണ്. നമുക്ക് സ്റ്റാർട്ടിങ് റേറ്റ് ഒക്കെ എത്ര വരും? 1000 റേഞ്ച്. സ്റ്റാർട്ടിംഗ് റേഞ്ച്. അത് പിന്നെ ആക്സസറീസ് ഒക്കെ ആകുമ്പോൾ അത്രയും റേറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ സ്റ്റിച്ചിങ് യൂണിറ്റ് ആകുമ്പോൾ നമുക്ക് ഈ സ്റ്റോൺസ്, ലേസ്, കത്ര കിത്ര അങ്ങനത്തെ സംഭവങ്ങളെല്ലാതും അപ്പുറത്തെ ഷോപ്പിൽ അവരുടെ തന്നെ ഷോപ്പാണ്. മാനിക്യൂറിൻ്റെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുന്ന ഒരു ഷോപ്പ് കൂടിയാണ്. അപ്പോൾ ഇത് നമ്മുടെ തൊട്ടപ്പുറത്തെ ഷോപ്പാണ് കേട്ടോ. സെയിം അഡ്രസ്സ് തന്നെയാണ്. കടയുടെ പേര് കൈലാസ് ഹാങ്കർ മാർട്ട്. ഇങ്ങോട്ട് പോയോ? മലയാളം അറിയില്ലേ? അപ്പൊ അഡ്രസ് ഒന്ന് പറഞ്ഞേ. മാർക്കറ്റ് റോഡ് ബ്ലൂ ഡയമണ്ട് ഹോട്ടൽ, ഫസ്റ്റ് ഫ്ലോർ. ഇത് കേരളത്തില് എറണാകുളത്ത് ബ്ലൂ ഡയമണ്ട് ഹോട്ടൽ ഉണ്ട്. അതിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു കൈലാസ് ഹാങ്കർ മാർട്ട് എന്ന് പറയുന്നത്. അവരുടെ തന്നെ സെയിം ഷോപ്പ് തന്നെയാണ് ഈ ഒരു കൃഷ്ണ ലേസ് സെന്റർ. അവിടെ മൊത്തം ബുട്ടിക്കിന് ആവശ്യമുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് ജ്വല്ലറീസ് മേക്കിങ്ങിന് ആവശ്യമുള്ളത്, അതുപോലെ തന്നെ സ്റ്റിച്ചിങ്, അങ്ങനത്തെ എല്ലാം ഇപ്പൊ നമുക്ക് എന്താ ഹാൻഡ് വർക്ക് ചെയ്യാനുള്ളത്, അതിന്റെ വരെ ഫ്രെയിമുകൾ, അങ്ങനത്തെ എല്ലാം സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടും. അതിൻ്റെ തന്നെ അതും ഇതൊക്കെ ബുട്ടിക്കിന് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇവിടെയും ഇരിക്കുന്നത്. മൊത്തം ആക്സസറീസ് തൊട്ട് നമുക്ക് മാനിക്യൂർ വരെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കളക്ഷൻസ്. അപ്പോൾ വേഗം ഇങ്ങോട്ട് പോകുന്നോട്ടോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട് അല്ലേ. मैं इधर ही हूँ, सबको आने को बोल रही हूँ, है ना? बोलो आओ करके. आ जाओ വരൂ എറണാകുളത്തേക്ക് വരൂ. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.